ഓക്കെ. പിള്ളേര് ഗുഡ് മോർണിംഗ് പറഞ്ഞേ കേൾക്കട്ടെ. ഗുഡ് മോർണിംഗ് സർ. Good morning, sir. ഗുഡ് Morning, sir. മോർണിംഗ്. ശരി, ഓക്കെ. അപ്പൊ നമുക്ക് ബുക്ക് അടച്ചിട്ട് ഒരു സൈലന്റ് പ്രയർ എടുക്കാം. റൈറ്റ്, ബുക്ക് അടച്ചു നോക്കിയ. ഓക്കെ, ശരി പിള്ളേർ. ഓക്കെ, അപ്പോ ശരി, ചില കുട്ടികളുടെ ക്യാമറ തിരിച്ചിരിക്കുന്നുണ്ട്, ഞാൻ ഇങ്ങനെ നോക്കിയ ആളാരാ. ശരി, എലിസബത്തെ എങ്ങനെയുണ്ട് കാര്യങ്ങള്? ഹലോ സർ. ആ, എങ്ങനെയുണ്ട് കാര്യങ്ങള്? മനസ്സിലായ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചേക്കെ? മനസ്സിലായി. എന്താ നമ്മൾ പഠിപ്പിച്ച കഴിഞ്ഞ ദിവസം? എനർജി. എനർജി. ആ ശരി മോളെ, എനർജി യൂണിറ്റ് എന്താ? ജൂൾ. ജൂളാണ്, അബ്സല്യൂട്ട്ലി. എനർജിയുടെ ട്രീസ. എനർജിയും വർക്കുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഉണ്ട്. വർക്ക് ഈസ് സ്റ്റാർട്ടഡ് ആസ് എനർജി. ബൈ ഹാർട്ടിങ്. ആ പറഞ്ഞേ. വർക്ക് ഈസ് സ്റ്റോർഡ് ആസ് എനർജി. അതെങ്ങനെയാണെന്നറിയാ നേരത്തെ ട്രീസ പറഞ്ഞത്? ഈ STAR ഉപയോഗിച്ച് എന്തോ സാധനം എവിടെയോ കണ്ടിട്ടുണ്ട് ട്രീസ. വർക്കും എനർജിയുടെ ഇടക്ക് STAR വെച്ചിട്ട് സാധനം. അപ്പൊ സ്റ്റാർട്ടഡ് ആണ് നല്ല വാക്കെന്ന് തോന്നിട്ട് അങ്ങനെ അടിക്കാണ്. അങ്ങനെ ആവൂല്ലോ. അങ്ങനെയാവോ? വീട്ടിലൊരു സ്ഥലത്ത് ഒരു സാധനം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടെന്ന് പറയുമ്പോ വീട്ടിലൊരു സ്ഥലത്ത് സാധനം സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടെന്ന് പറയും. അറിയോ? അങ്ങനെ മാറിപ്പോവില്ല. ബൈഹാർട്ട് ചെയ്യണോണ്ടോ മാറിപ്പോണെ? എന്നോട് പറയണ്ട. ക്രിസനെ പോലത്തെ ആൾക്കാരെ കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അതുകൊണ്ട് ഞാൻ പറയണ്ടാന്ന് പറയണേ. ശരി, എന്നാ യു ആർ വെരി ഹാർഡ് വർക്കിംഗ്, റൈറ്റ്? ശരി, അപ്പോ അങ്ങനെയാണ് ഒരു സൈഡ്. പിന്നെ വർക്ക് ഈസ് സ്റ്റോർഡ് ആസ് എനർജി. ഓക്കെ. അല്ല, വർക്ക് എനർജി തിയറം എന്ന് പറഞ്ഞ ആരോട്? വർക്ക് എനർജി തിയറം കേട്ടില്ല. വർക്ക് എനർജി തിയറം നീ എന്നോട് ചോദിക്കും പോലെയാണോ? വർക്ക് എനർജി തിയറം. W is used to change kinetic energy. Work is used to change kinetic energy. നീ പറഞ്ഞു കേൾക്കുമ്പോ എവിടെ നോക്കി പറയുമ്പോൾ തോന്നണം. പക്ഷെ നോക്കി പറഞ്ഞായിട്ട് ഞാൻ കാണണമെന്നില്ല. നീ എവിടെയാ നോക്കി പറഞ്ഞത് എനിക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷെ നിന്റെ വർത്താനം കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നും. അപ്പൊ ഫോർമുല W is equal to KF minus KI. KF എന്താ? Final kinetic energy. Final kinetic energy. kinetic energy അല്ല സർ, kinetic energy. KF final kinetic energy. ഓക്കെ. പ്രശ്നം കേട്ടോ. അനന്തുരാജ്, tell me. വർക്ക് എനർജി W is equal to KF minus KI. KF എന്താ? KF final kinetic energy. kinetic energy ആണോ? അതെ എന്ന് പറയാൻ അനന്തരാജിന് പറ്റും. പക്ഷെ ആരോട് പറ്റണില്ല. That is the difference between the method of learning. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നീ പറയുമ്പോ എവിടെയോ നോക്കി പറയുമ്പോൾ എനിക്ക് തോന്നുന്നു. കാര്യം നീ ചിലപ്പോ സത്യസന്ധനായിരിക്കും, നോക്കിയൊന്നും അല്ലായിരിക്കും പറഞ്ഞത്. പക്ഷെ കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു.
കാരണം കെ എഫ് എന്താന്ന് ചോദിച്ചാൽ കെ എഫ് പറയാൻ പറ്റാതെ കെ എഫ് മൈനസ് കെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതപ്പ കംപ്ലീറ്റ് അതിനകത്ത് ആ ഒരു താളം തെറ്റിയാണ് പറയണത്. അപ്പൊ അനന്തരാജ് ആണെന്ന് ചോദിച്ചാൽ അവൻ പറയുന്നത് അതെ സാറേ കെ എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയത് കൈനറ്റിക് എനർജി ആണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വർക്ക് ഇസ് യൂസ് ടു ചേഞ്ച് ദ കൈനറ്റിക് എനർജി, സീ ദ മെത്തഡ് ഓഫ് ലേണിംഗ്. എവിടെയെങ്കിലും നോക്കി പറഞ്ഞാൽ എന്റെ അടുത്ത് ആൻസർ പറയാൻ പറ്റില്ല. അങ്ങനെ എനിക്ക് കേൾക്കുമ്പോൾ എനിക്കിതല്ല ആർക്ക് കേൾക്കാൻ മനസ്സിലാവും. ശരി, ഇത് നീ നോക്കി പറഞ്ഞു ഞാൻ പറഞ്ഞില്ല കേട്ടോ. ശരി, ഞാൻ പേരെഴുതി വെക്കുള്ളൂ. എന്താന്ന് വെച്ചാൽ എനിക്ക് അത് നിങ്ങൾ ഡീൽ ചെയ്താൽ. പിന്നെ അടുത്തത് പിന്നെന്താ വർക്ക് പൊട്ടൻഷ്യലിന്റെ ഫോമിൽ എന്താ മോനെ അർഷദേ? പൊട്ടൻഷ്യലിന്റെ ഫോമിൽ എന്താ? U is equal to mgh. ആരാ പറഞ്ഞോ? U is equal to mgh. എം എന്താ, ജി എന്താ, എച്ച് എന്താ? M mass, G gravity, acceleration due to gravity, H height. ശരി, ഇത് എന്ത് പൊട്ടൻഷ്യൽ ചെയ്ത പ്രത്യേക പേരിട്ട് ഞാൻ വിളിച്ചു ദുൽഫുക്കാർ? ഇതിനെ ഞാൻ പ്രത്യേക പൊട്ടൻഷ്യൽ ചെയ്ത് വിളിച്ചു ദുൽഫുക്കാർ. ബ്രില്യൻ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ ചെയ്ത് വിളിച്ചു. വേറൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടെന്ന് പറഞ്ഞല്ലോ എമിന എന്നാ? വേറൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, ഇതല്ലാതെ വേറൊരു ടൈപ്പ് ഉണ്ട്. ഏതാണ് എമിന ഞാൻ പറഞ്ഞേ? അണെങ്കിപ്പോ എനിക്ക് മനസ്സിലായി, പക്ഷെ ഒച്ച കേൾക്കുന്നില്ല. എന്താണ് സൗണ്ട് പോകണമെങ്കിൽ മോളെ? കോൺഫിഗറേഷണൽ പൊട്ടൻഷ്യൽ എനർജി. കോൺഫിഗറേഷൻ വഴിയുള്ളത് എന്താ എമിന്? ഒരു എന്തായാലും കോൺഫിഗറേഷൻ വഴിയുള്ളത് എന്തായിരിക്കും? ഒരു എക്സാമ്പിൾ വല്ലതും പറയാമോ? നമ്മളൊരു റബ്ബർ ബാൻഡ് എടുത്ത് വലിച്ചതിന്റെ ഷേപ്പ് മാറ്റുമ്പോ. അവിടെ നിൽക്കട്ടെ, ബാക്കി എടുത്തോ. ബാക്കി പത്തിവസരിയും പുതിയ ആളാ? അതെ. ഇവിടെ പഠിച്ചിട്ടുണ്ടാ? ശരി, എവിടെയാ സ്കൂൾ? ഏത് സ്കൂളാ മോള്? സെന്റ് മേരീസ് പള്ളിക്കര, മോറയ്ക്കാലല്ലേ? ശരി ശരി ശരി. സാർ പറഞ്ഞോടാ. സാർ ഞാനൊന്ന് ലെഫ്റ്റ് ആയിട്ട് റെക്കോർഡ് എന്റെ ശരി, പറഞ്ഞു. ഇത് ചാപ്റ്റർ ഒന്ന് പറയാവോ? പറയാം. ചാപ്റ്ററേ ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ മോളിൽ നിന്ന് ചോദിച്ചത്. ചാപ്റ്റർ നമ്മുടെ ചാപ്റ്റർ 6 ആണ്. വർക്ക് എനർജി ആൻഡ് പവർ എന്ന ചാപ്റ്റർ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടം വരെ എത്തിയത് കൊണ്ട് അതിന്റെ ഒരു ഒഴുക്ക് ചിലപ്പോ ഇത്തിരി കുറവുണ്ടാവും. ശരിയായിക്കോളും. നമ്മളെ കേട്ട് കുറച്ച് ക്ലാസ്സുകൾ ഇരുന്നാലേ ശരിയാവും. ഓൺലൈൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് തന്നെ ഒരു പ്രത്യേക ട്രാക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് പോകാൻ പറ്റും. ഓടിച്ചെടി ഓൺലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് സാധാ ഓൺലൈൻ നടത്തിയാലൊന്നും ഗുണം ചെയ്യില്ല. അപ്പൊ മോളൊന്ന് ഇരുന്ന് ക്ലാസ്സിലേക്ക് ഒന്ന് ഇരുന്ന് കേട്ട് അതിന്റെ മെത്തേഡൊക്കെ ഒന്ന് മനസ്സിലാക്കി അത് ശരിയാവും. അപ്പൊ ട്രാക്കിൽ കയറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ബാക്കി ശരിയാക്കും. അതിന്റെ കൂടെ നിന്ന് ക്ലാസ് കഴിയുമ്പോൾ മോളുടെ പേഴ്സണൽ ഡൗട്ടുകൾക്ക് ഉണ്ടെങ്കിൽ ക്ലാസ് കഴിയുമ്പോൾ ചോദിക്കാം. ടോപ്പിക്കിലെ ഡൗട്ട് ആണെങ്കിൽ അതിന്റെ കൂടെ ചോദിക്കാം. പുള്ളി ചോദിക്കുന്നത് കാണാൻ പറ്റും. ക്ലാസ് ഇരിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ യൂസിക്കളുടെ MGH ഒക്കെ പറഞ്ഞു. ഇനി നമുക്ക് പറയാറുള്ളത്, അപ്പൊ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞാണ് 2 ടൈപ്പ് എനർജിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ശ്രദ്ധിച്ചോളൂ, 2 ടൈപ്പ് എനർജി. ഒരാളുടെ പേര് കൈനറ്റിക് എനർജി എന്നാണ്, മറ്റേ ആളുടെ പേര് പൊട്ടൻഷ്യൽ എനർജി. 2 ആൾക്കാരുണ്ട്, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി. ഈ 2 പേരെയും കൂടി ഒറ്റ പേര് വിളിക്കും. ആരെങ്കിലും പറയാവോ? ഹാൻഡ് റൈസ് ചെയ്ത് ആരെങ്കിലും പറയാവോ? ഒറ്റ പേര് പറഞ്ഞ ഷൻഷാദെ, ഒറ്റ പേര്. മെക്കാനിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി എന്നാണ് ഇതിന്റെ ഒറ്റ പേര് മെക്കാനിക്കൽ എനർജി എന്നാണ്. 2 പേരും കൂടുമ്പോൾ ഒറ്റ പേരാണ് മെക്കാനിക്കൽ എനർജി. അപ്പൊ ഒരു സ്ഥലത്ത് മെക്കാനിക്കൽ എനർജി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 2 ആൾക്കാരുണ്ട്, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ട്. അതിൽ കൈനറ്റിക് എനർജിയുടെ ഫോർമുല ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ആ ഫോർമുല അൽഫാസെ പറഞ്ഞ കൈനറ്റിക് എനർജിയുടെ ഫോർമുല എന്താ മോനെ? ഹാഫ് mv സ്ക്വയർ ആണ്. ഇത് എപ്പോഴാ ഉണ്ടാവണേ? ഈ കൈനറ്റിക് എനർജി നമുക്ക് എപ്പോഴാ ഫീൽ ചെയ്യണേ? ബോഡിയുടെ അവസ്ഥ എന്തായിരിക്കും കൈനറ്റിക് എനർജി ഉണ്ടാവുമ്പോ? ആ ബോഡി എന്താ അവസ്ഥയിലായിരിക്കും? മൂവ് ചെയ്തോണ്ടിരിക്കും. കറക്റ്റ്. അപ്പൊ നിനക്ക് ആ ട്രാക്ക് കിട്ടിയോണ്ടാ പറയണല്ല, കാണാതെ പഠിച്ചാൽ കിട്ടൂല. നേരത്തെ പിള്ളേരെ ആൻസർ പറയുമ്പോൾ എന്തെങ്കിലും കാണാതെ പഠിച്ചാന്ന് പറയാൻ പറ്റില്ല. മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കൈനറ്റിക് എനർജി ഉള്ളത്, ഹാഫ് mv സ്ക്വയർ. പിന്നെയുള്ളത് പൊട്ടൻഷ്യൽ എനർജി ആണ്. പൊട്ടൻഷ്യൽ എനർജി എപ്പോഴാണ് ഉള്ളത്?
പൊട്ടൻഷ്യൽ എനർജി എപ്പോഴുള്ളത് ഗൗരിയെ? ഒരു ബോഡിക്ക് എപ്പോഴായിരിക്കും പൊട്ടൻഷ്യൽ എനർജി? നമ്മൾ പറയുന്ന ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എപ്പോഴായിരിക്കും? റെസ്റ്റിലിരിക്കുമ്പോൾ മാത്രമല്ല, അതിനെ കൃത്യ ക്ലാരിറ്റി എന്നിരുന്നു. അവൻ റെസ്റ്റിൽ ഭൂമിയിലിരുന്നാലോ സർഫസിലിരുന്നാലോ ഉണ്ടാവോ? എവിടെ? അല്ല, ഭൂമിയുടെ സർഫസിൽ ഇരുന്നാലോ നമ്മുടെ ഫ്ലോറിൽ ഇരുന്നാലോ ഒരു ബോഡി പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. അപ്പൊ ഈ എച്ച് എത്രയാ? ഒരു ബോഡി നോക്കിയിട്ട് മോളെ, ഇത് ഫ്ലോർ, ഇതാണ് ഫ്ലോർ. ഇവിടെ ഒരു ബോഡി ഇരിക്കുകയാണ്. ഇവന്റെ എച്ച് എത്രയാ? ഹൈറ്റ് ഇല്ല, ഹൈറ്റ് 0. പൊട്ടൻഷ്യലിന്റെ ഫോർമുല എന്താ? U is equal to ഹാഫ് mgh. U is equal to ഹാഫ് ഉണ്ടോ? ഇല്ല, mgh. mgh. അപ്പൊ എത്രയായി പോകും? mg into h എത്രയായി പോകും? 0. അപ്പൊ എത്രയായി പോകും? പൊട്ടൻഷ്യൽ എനർജി 0. അപ്പൊ നിലത്തിരിക്കുന്ന ബോഡിക്ക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടോ? ഇല്ല. അപ്പൊ എവിടെ നിൽക്കണം ബോഡി? ചുമ്മാ ഇരുന്നാ പോരാ, ബോഡി എവിടെ ഇരിക്കണം? പറഞ്ഞോ. ബോഡി ചുമ്മാ ഇരുന്നാ പോരാ, പക്ഷെ ബോഡി എവിടെ ഇരിക്കണം? സർഫസ് ഇരുന്നുണ്ടോ? ഇല്ല. പിന്നെ പറഞ്ഞോ. ഇത്തിരി പൊക്കത്തിലിരിക്കണം, സർഫസിന് പൊക്കത്തിലിരിക്കും. ഇവിടെ ഇരുന്ന കുറച്ച് പൊട്ടൻഷ്യൽ എനർജി, ഇവിടെ ഇരുന്നാൽ കുറച്ചുകൂടെ കൂടുതൽ പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ കൂടും. മുകളിലേക്ക് പോകുന്ന ഒരു പൊട്ടൻഷ്യൽ കൂടും. ബിക്കോസ് വിച്ച് ഫാക്ടർ ഇസ് ഇൻക്രീസിംഗ് ഗൗരി? വിച്ച് ഫാക്ടർ ഇസ് ഇൻക്രീസിംഗ്? ഹൈറ്റ് ഇസ് ഇൻക്രീസിംഗ്. ഹൈറ്റ് കൂടും. അപ്പൊ ഞാൻ പഠിപ്പിച്ച പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്, ഇന്നലെ ഞാൻ പഠിപ്പിച്ച പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജിയാണ്. അത് താഴെ ഭൂമിയിൽ മുട്ടിയാൽ അവൻ 0 ആയിപ്പോകും. ഭൂമിയിൽ നിന്നും പൊങ്ങും തോറും, ഭൂമിയിൽ നിന്നും പൊക്കം കൂടും തോറും, അത് എന്ത് ഹൈറ്റ് ആണ് ഞാൻ പറഞ്ഞത് ഓർക്കണ്ടോ? തസ്കീന ഒരു പ്രത്യേക വാക്ക് ഞാൻ പറഞ്ഞു. എന്ത് ഹൈറ്റ് ആണ് ഞാൻ പറഞ്ഞിരുന്നു? പ്രത്യേക ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞു, ഓർക്കണ്ടോ? പറഞ്ഞ ഇർഷാദെ, എന്ത് ഹൈറ്റാ ഇർഷാദെ? പെർപെൻഡിക്കുലർ ഹൈറ്റ്. കറക്റ്റ് വാക്കാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. തസ്കീന എഴുതിയിട്ടില്ലെങ്കിൽ എഴുതിക്കൊള്ളാം. നോട്ട് എഴുതുന്ന രീതി ഉണ്ടല്ലോ, പുതിയ സാധ്യത കേട്ടോ. നോട്ട് എഴുതുന്ന രീതി നമ്മൾ ഇത് പഠിപ്പിക്കുമ്പോൾ അതിന്റെ കൂടെ കിട്ടുന്ന പോയിന്റുകൾ എഴുതി പോവുകയാണ്. അല്ലാതെ വേറൊരു നോട്ട് തരാൻ ഫിസിക്സും മാത്സിനും അങ്ങനെ നോട്ട് തരാൻ ഉണ്ടാവില്ല. കെമിസ്ട്രിക്ക് പിന്നെ ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും പ്രോബ്ലമാറ്റിക് ആണ്. അപ്പൊ കൺസെപ്റ്റ് മനസ്സിലാവും. അതിങ്ങനെ പോയിന്റ് ആയിട്ട് എഴുതി ഹെഡിങ് കൊടുക്കും, പോയിന്റ് ആയിട്ട് എഴുതും. അതിന്റെ ഇടയ്ക്ക് ഞാൻ ചില പോയിന്റുകൾ പറയാതെ പ്രോബ്ലം ഉണ്ടാവും, ഡെറിവേഷൻ ഉണ്ടാവും. അല്ലാതെ ഇങ്ങനെ കോൺസെപ്റ്റ് എഴുതിയാ പോണേ കേട്ടോ, ശ്രദ്ധിച്ചോളൂ. ഓക്കെ. അപ്പൊ എന്താണ് പറഞ്ഞത്? ഇർഷാദ് പറഞ്ഞ പെർപെൻഡിക്കുലർ ഹൈറ്റ് ആണ്. കുത്തനെയുള്ള ഇപ്പൊ ഒരു ബോഡി ഇവിടെ ഇരുന്നാൽ നമ്മളിങ്ങനെ ചെരിഞ്ഞ ഹൈറ്റ് ഒന്നുമല്ല, ഇവിടെ നിന്ന് ചെരിഞ്ഞ ഹൈറ്റ് ഒന്നുമല്ല, നേരെയുള്ള ഹൈറ്റ് ആണ് എടുക്കേണ്ടത്, ഹൈറ്റ് എച്ച്. അപ്പൊ ഹൈറ്റ് ഇല്ലാണ്ടായാൽ ബോഡിയിൽ പൊട്ടൻഷ്യൽ എനർജി ഇല്ലാണ്ടായി പോകും. ഹൈറ്റ് കൂടുന്നതോടെ പൊട്ടൻഷ്യൽ എനർജി കൂടും. ശരി, ഓക്കെ. ഇനി ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഇനി ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ഡെറിവേഷൻ ആണ്. ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള, നിങ്ങളുടെ ബോർഡ് എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഹെഡിങ് പിള്ളേർ കൊടുക്കണം. ഡെറിവേഷൻ ആണ് പ്രത്യേക ഹെഡിങ് കൊടുക്കണം. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിക്കണം, ഡിറൈവ് ചെയ്യാനും പഠിക്കണം. പ്രത്യേക നോട്ട് ചെയ്തൊക്കെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കും. അത് നമുക്ക് എളുപ്പമാണ്, പഠിക്കാനും എളുപ്പമാണ്, പേടിക്കാനും എളുപ്പമാണ്. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. പിന്നെ നമുക്കൊരു സ്പ്രിംഗ് കൂടെ പഠിക്കാം. പറഞ്ഞു. ഡൗട്ട് എന്താ? ഡൗട്ട് ഉണ്ടെങ്കിൽ പിള്ളേരെ അതിന്റെ ഇടയ്ക്ക് ചോദിക്കൂട്ടോ, പറഞ്ഞു പോകും. രണ്ടെണ്ണം ഉണ്ട്. ഒരു പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ച് ഞാൻ പഠിപ്പിക്കും. ഇത് കഴിഞ്ഞിട്ട് പഠിപ്പിക്കും കേട്ടോ. അത് നമ്മുടെ എമിൻ പറഞ്ഞ പോലെ റബ്ബർ ബാൻഡ് വലിക്കുമ്പോൾ, സ്പ്രിങ് വലിക്കുമ്പോൾ ഒരു പൊട്ടൻഷ്യൽ എനർജി, അത് ഞാൻ പഠിപ്പിച്ചു. അത് പഠിപ്പിക്കാണ്ട് ഇത് കഴിഞ്ഞിട്ട്. ശരി, ചോദിച്ചോളൂ. അതുപോലെ നിങ്ങൾക്കൊരു ഒഴുക്ക് കിട്ടിയില്ലെങ്കിൽ എന്നോട് ചോദിച്ചോളൂ. അപ്പൊ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആണ്. ആർക്കെങ്കിലും ഇതിന്റെ ഒരു അർത്ഥം എന്തെങ്കിലും പറയാമോ? ഹാൻഡ് റേസ് ചെയ്യുക. ഇങ്ങനെയാണോ ഹാൻഡ് റേസ് ചെയ്യുന്നത്? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇത് എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? എന്താ ഞാൻ പറയാൻ പോണത്? ഊഹം. ജസ്റ്റ് ഗസ് ആൻഡ് ടെൽ മീ. കൺസർവേഷൻ എന്നുള്ള വാക്കുമായി ബന്ധപ്പെട്ട് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ്. എന്നാ കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആർക്കെങ്കിലും പറയാം? കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് എങ്ങനെ പിടിക്കാം?
ഫോറസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക. അതായത് ഫോറസ്റ്റിനെ കൺസേർവ് ചെയ്യുക. എങ്ങനെയാ ട്രീസ് ആയി ഫോറസ്റ്റിനെ കൺസേർവ് ചെയ്യണേ? നമുക്ക് മരം മുറിക്കേണ്ടി വന്നാൽ എന്താ അതിന്റെ ഇത് പറഞ്ഞേ? നമുക്ക് ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ ഇറങ്ങിയിരുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക്. നിങ്ങൾ ഒരു മരം മുറിച്ചാൽ വേറെ കുറെ മരം നടണം. വേറെ കുറെ മരം 100 മരം നടണം. ഒരു മരം മുറിച്ചാൽ 100 മരം നടണം എന്നാണ് ഈ കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് പറയുന്നത്. അതായത് നിങ്ങൾ അത്യാവശ്യത്തിന് ഒരു മരം മുറിച്ചാൽ നിങ്ങൾ 100 മരം നടണം. അതായത് എപ്പോഴും മരങ്ങള് ഭൂമിയിൽ വേണം. അതാണ് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ്. നമുക്ക് അത്യാവശ്യമുള്ള സാധനമാണ്. ഒരെണ്ണം നശിച്ചാൽ വേറെ ഒരെണ്ണം ഉണ്ടാവണം, വേറൊരെണ്ണം നശിച്ചാൽ അടുത്ത ഒരെണ്ണം ഉണ്ടാവണം. അപ്പൊ ഒരിക്കലും ഫോറസ്റ്റ് നശിക്കരുത്, ഉണ്ടാവണം. ചിലപ്പോൾ കുറയും, അപ്പൊ തന്നെ വേണം കൂടിക്കൊള്ളണം. അപ്പൊ എന്തായിരിക്കും കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി? അങ്ങനെയാണെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് ഇങ്ങനെയാട്ടോ, പുതിയ ആൾക്കാരോട് പറയാൻ വേണ്ടിയാ. നമുക്ക് ആൻസർ പറയാണെങ്കിൽ ഇങ്ങനെ കൈ പിടിക്കണം, ഇങ്ങനെ വീഡിയോയിൽ കൈ പിടിക്കണം. നിങ്ങൾക്ക് പരിചയമില്ലാത്തോണ്ട് ഞാൻ പറഞ്ഞ പുതിയ ആൾക്കാരോട്. എന്നിട്ട് ഞാൻ ചോദിക്കുമ്പോഴേ പറയാവൂ. ഇങ്ങനെ ഒരു അഭിപ്രായങ്ങൾക്ക് ഇങ്ങനെ കൈ പിടിക്കണം, ഇങ്ങനെ കൈ അനക്കണം, ഇങ്ങനെ എപ്പോഴും കൈ ഇങ്ങനെ വരണം. അപ്പോഴാണ് നിങ്ങൾ ലൈവാന്ന് പറയാൻ പറ്റൂ. 1-2 കുട്ടികൾ വെയിറ്റിംഗ് ആക്കാം. കുഴപ്പമില്ല. ആദിൽ മുജീബ് ഒന്ന് പറഞ്ഞു. ആദിൽ മുജീബ്, എന്തായിരിക്കും കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഉദ്ദേശിക്കുന്നത്? സാർ, മെക്കാനിക്കൽ എനർജി ഇപ്പൊ കുറഞ്ഞ അത് നമ്മൾ കൂട്ടി കൊടുക്കണേ. അതൊരു അഭിപ്രായം. വേറെ ആൾക്കാർ പറയാനുള്ളത്. ജസ്റ്റ് നിങ്ങൾക്ക് എന്താ അഭിപ്രായം പറയാം? ആസിഫ് മുഹമ്മദ്, എന്തായിരിക്കും ആസിഫ് മുഹമ്മദ്? ചുമ്മാ നിങ്ങളുടെ അഭിപ്രായം പറയുള്ളൂ. പുസ്തകം നോക്കരുത്, വേറൊരു സ്ഥലത്ത് നോക്കി ഒന്നും പറയരുത്. ആസിഫ് മുഹമ്മദ് എന്ന് പറയും. മെക്കാനിക്കൽ എനർജി പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുക എന്നുള്ളത്. ശരി. പിന്നെ ആർക്കെങ്കിലും വേറെ ഓരോടെ ഒന്ന് പറയാൻ രാജ്. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആയതുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണം കൂടുകയോ കുറയോ ചെയ്യണം. കണ്ടോ, ഞാൻ അതിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. നിങ്ങളുടെ സൈഡിൽ നിന്ന് ആൻസർ കിട്ടാനാണ് ഞാനിത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അനന്തുരാജ് പറഞ്ഞത് ഒന്നോട് പറഞ്ഞത് അബ്സല്യൂട്ട്ലി റൈറ്റ്. ഒന്നോട് പറഞ്ഞത് മെക്കാനിക്കൽ എനർജി പറയടാ, എല്ലാവരും കേൾക്കട്ടാ. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആലോ. അതെ, മെക്കാനിക്കൽ എനർജി. അതിനെ ഞാൻ ഈ ക്ലൂ കണ്ട തൊട്ട് മുകളിൽ എഴുതിയിട്ടാണ് ക്ലൂ കണ്ടോ. അങ്ങനെ അത് കണക്ട് ചെയ്യാൻ ശ്രമിക്കും. നിങ്ങൾ അങ്ങനെ ആയി വന്നിട്ടോ, കുഴപ്പമില്ല. അങ്ങനെ ആയി വന്നാലേ നമുക്ക് എളുപ്പമാവുള്ളൂ കാര്യങ്ങൾ. മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് സാറേ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ആണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു മരം നിങ്ങൾ വെട്ടുമ്പോ വേറെ മരം നിങ്ങൾ നടണം. അപ്പൊ അത് വെച്ച് എങ്ങനെയാ ആനന്ദരാജ് പറഞ്ഞത്? കൈനറ്റിക് എനർജി കുറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി ഇതാണ് എന്റെ കോൺസെപ്റ്റ്. കൈനറ്റിക് എനർജി ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും കുറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി കൂടും, പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞാൽ കൈനറ്റിക് എനർജി കൂടും. അപ്പൊ രണ്ടും തമ്മിൽ കൂട്ടുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? ഒറ്റ കാര്യം. ഇതാണ് കൺസർവേഷൻ. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ പോലെ ആദ്യം നിങ്ങളുടെ ഭാഷയിൽ അങ്ങോട്ട് എഴുത്. അങ്ങനെയാണല്ലോ ഞാൻ നോട്ട് എഴുതാൻ പഠിപ്പിച്ചാക്കുന്നത്. നിങ്ങൾക്ക് ഇതിനകത്തൊരു സാധനം മനസ്സിലായിട്ടുണ്ട്. ചിലവർക്ക് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റിനെ കുറിച്ച് എഴുതേണ്ടത് വരും. അതൊക്കെ വേണമെങ്കിൽ എഴുതിക്കോ. പക്ഷെ നമുക്ക് ആവശ്യമുള്ള പോയിന്റ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ഏതൊരു ബോഡിയുടെയും കൈനറ്റിക് എനർജി കുറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പൊട്ടൻഷ്യൽ എനർജി കൂടിയാൽ കൈനറ്റിക് എനർജി കുറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ നോക്കുമ്പോൾ ടോട്ടൽ എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ എനർജി എന്ന് അതിന്റെ അർത്ഥം കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. കണ്ടോ, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എപ്പോഴും ഒറ്റ വാല്യൂ ആയിരിക്കും. ഒരാൾ കുറഞ്ഞാൽ മറ്റേ ആൾ കൂടും. അങ്ങനെ എഴുതിക്കേ ഫാത്തിമ. അങ്ങനെ നിങ്ങളുടെ ഭാഷയിൽ എഴുതിക്കോ. നിങ്ങളുടെ ഭാഷയിൽ മലയാളത്തിൽ എഴുതിക്കോ, മലയാളം ഇംഗ്ലീഷും ചേർത്ത് എഴുതിക്കോ. എന്നിട്ട് ഞാൻ പറഞ്ഞോളാം. അങ്ങനെ ഇത് പഠിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അങ്ങനെ നിങ്ങളുടെ മലയാളത്തിൽ മനസ്സിലായ കോലത്തിൽ എഴുത്. മനസ്സിലായ കോലത്തിൽ ആദ്യം എഴുതി വെക്ക്. ആസിഫെ എഴുതി വെക്ക്. എഴുതി നമ്മുടെ കോലത്തിൽ എഴുതി. ഇനി സ്റ്റേറ്റ് ചോദിക്കും പരീക്ഷയ്ക്ക്. പറഞ്ഞോ. എനർജി കൂടി കഴിഞ്ഞാലോ അപ്പൊ പൊട്ടൻഷ്യൽ എനർജി കുറയോ? അതെ, കൈനറ്റിക് എനർജി കൂടുമ്പോൾ പൊട്ടൻഷ്യൽ കുറയും. പൊട്ടൻഷ്യൽ കൂടുമ്പോൾ കൈനറ്റിക് എനർജി അങ്ങോട്ട് കൂടുമ്പോൾ അത് കൊണ്ടുവരും. ഒരാൾ കൂടും മറ്റൊരാൾ കുറയും. അപ്പൊ ടോട്ടൽ എനർജി എപ്പോഴും എന്തായിരിക്കും? എന്നിട്ട് മുന്നോട്ട് പോട്ടെ. മനസ്സിൽ തോന്നുന്ന സംശയം ചോദിക്കണം കേട്ടോ. അത് ഫിസിക്സ് വലിയ സാധനം. നിങ്ങൾക്ക് തോന്നുന്ന പ്ലെയിൻ ആയിട്ടേ ചോദിക്കാവൂ. ഓപ്പൺ ആയിട്ട് അങ്ങനെ ചോദിച്ചോളൂ. അത് വലിയ ഇക്വേഷൻ ഒന്നും വേണ്ട. സാധാ ചോദ്യം. സാറിന് ഇപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത് സാർ? അപ്പൊ അത് അങ്ങനത്തെ ചോദ്യമാണ് നമുക്ക് വേണ്ടത്. അതിനെ നമ്മൾ ഇക്വേഷനിലേക്ക് കണക്ട് ചെയ്യും. അപ്പൊ നമുക്ക് സബ്ജക്റ്റ് തിരിയും. ഓക്കെ,
കൈ ഡൗട്ട് ഉള്ളപ്പോൾ പുതിയ ആൾക്കാരോട് പറഞ്ഞു, ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ കൈ പൊക്കും. നിങ്ങൾക്ക് പേഴ്സണൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കൈ പൊക്കും. ഡൗട്ട് ഉണ്ട് കൈ പൊക്കിയിട്ട് കാണുന്നില്ലെങ്കിൽ സാറെന്ന് വിളിച്ചോളൂ. പക്ഷെ ഞാൻ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ, ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കൈ പൊക്കി പിടിക്കാനേ പറ്റുള്ളൂ. വാ തുറക്കരുത്. ഞാൻ കണ്ട് ചോദിക്കുമ്പോഴേ. ഇത് 2 സിസ്റ്റമാണ് നമ്മൾ ചെയ്താക്കണം. ഫിസിക്സിൽ എന്റെ മാത്സിൽ ചിലപ്പോൾ ചില മാറ്റമൊക്കെ ഉണ്ടാവും. കോമൺ ഇതല്ല. ശരി. അപ്പൊ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ. അപ്പൊ എന്താണ് സ്റ്റേറ്റ്മെന്റ് എഴുതണേ? സ്റ്റേറ്റ്മെന്റ് ഇപ്പോ ടെക്സ്റ്റ് ബുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊന്നുമില്ല. പക്ഷെ നമ്മള് സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ എഴുതാൻ ശ്രമിച്ചാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ടോട്ടൽ മെക്കാനിക്കൽ എനർജി സം ഓഫ് ഇങ്ങനെ എഴുതും. സം ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് kinetic energy of a body sum of potential energy and kinetic energy of a body in a motion is always constant. Sum of potential energy and kinetic energy of a body in a motion is always constant. ഇത് പരീക്ഷയ്ക്ക് നമ്മൾ എഴുതുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതുക. ഓക്കെ. സം ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ഇൻ എ മോഷൻ ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്. ഇനി അതിന്റെ പ്രൂഫ് പഠിക്കാൻ. പ്രൂഫ് എന്ന് വരും, അല്ലെങ്കിൽ ഡിറൈവ്. അതിനാദ്യം നമ്മൾ എല്ലാ പ്രൂഫിലും നമ്മൾ പറയുമ്പോൾ എന്താ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സാധാരണ ഒന്ന് പറഞ്ഞ മറ്റേ ബാസിൽ സമാൻ നമ്മൾ എന്താ ചെയ്യണേ? നമ്മൾ എല്ലാ ഡെറിവേഷനും ഞാൻ ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാന്ന് പറഞ്ഞാൽ ആദ്യം എന്ത് വരയ്ക്കണം? ഫിഗർ വരയ്ക്കണം. ആദ്യം ഒരു ഫിഗർ വരയ്ക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഹിസ്റ്ററി എഴുതണം. അതിന്റെ ഹിസ്റ്ററി നമ്മളൊന്ന് പഠിക്കണം. എങ്ങനെയാണ് ഞാൻ ഈ പ്രൂഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പഠിക്കണം. അത്രേ ഉള്ളൂ, വേറെ ഒന്നും പഠിക്കില്ല. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യാം. അപ്പൊ ആദ്യം ഫിഗർ വരയ്ക്കും കേട്ടോ. കേട്ടപ്പോൾ ഫിഗർ ഞാൻ ഫിഗർ വരയ്ക്കുന്നത് ഒരു ബോഡി ഇവിടെ ഇരിക്കുകയാണ്. ഒരു ബോഡി, ഇതാണ് ബോഡി. ആ ബോഡി പൊക്കത്തിരിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞ കേട്ടിട്ട് വരച്ചാൽ മതി. ഇതാണ് നമ്മുടെ സർഫസ്. താഴെ ശരിക്കും കേട്ടിട്ട് വരച്ചാൽ മതി. ഇതാണ് നമ്മുടെ എർത്ത്, ഇതാണ് നമ്മുടെ ഫ്ലോർ. ഓക്കെ, ഇവിടെ ഇരിക്കുക. ബോഡി ഇവിടെ ഇരിക്കും. കേട്ടോളോട്ടെ ഏതൊക്കെ എന്തൊക്കെ ഞാൻ ഈ പറഞ്ഞത്, എന്നിട്ട് വേണം നിങ്ങൾ എഴുതാൻ. ഇതാണ് ഒരു ബോഡി ഇരിക്കുക. ഈ സ്ഥലത്തിന്റെ പേര് നമുക്ക് ഏന്ന് വിളിക്കാം. ഏരിയിരിക്കുകയാണ്. ഇതിന്റെ പൊക്കം, ഈ സ്ഥലത്തിന്റെ പൊക്കം എച്ച് ആണ്. ഈ സ്ഥലത്തിന്റെ പൊക്കം നമുക്ക് എച്ച് എന്ന് വിളിക്കാം. എച്ച് ആണ് സ്ഥലത്തിന്റെ പൊക്കം. ഇവിടെ വരെയുള്ള പൊക്കം. ഓക്കെ. ബോഡി അവിടുന്ന് മൂവ് ചെയ്ത് കൊടുത്തു. കുറച്ച് കഴിയുമ്പോൾ ബോഡി ഇവിടെ എത്തി. കേട്ടിട്ട് മനസ്സിലാകാൻ എഴുതിയാൽ പറ്റും. ബോഡി ഇവിടെ എത്തി. ബോഡി താഴത്തേക്ക് പോന്നുകൊണ്ടിരിക്കുക. ഈ സ്ഥലത്തിന്റെ പേര് ബി എന്ന് വിളിക്കാം. കുറച്ച് കഴിയുമ്പോൾ ബോഡി താഴെ എത്തി, ഏറ്റവും താഴെ. ആ സ്ഥലത്തിന്റെ പേര് സി എന്ന് വിളിക്കുക. ഏറ്റവും താഴെ മുട്ടിയിട്ടില്ല. മുട്ടുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് മുട്ടി വരയ്ക്കുമ്പോൾ വരയ്ക്കാം. നമുക്ക് മുട്ടി വരയ്ക്കാം. ഇനി ഈ ദൂരത്തെ, ഇവിടം മുതൽ ഇവിടം വരെ ട്രാവൽ ചെയ്ത ദൂരത്തെ, ഇവിടം മുതൽ ഇവിടം വരെ ട്രാവൽ ചെയ്ത ദൂരത്തെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. എക്സ്. എ മുതൽ ബി വരെയുള്ള ദൂരം എക്സ് ദൂരം. ഓക്കെ. ഇത്തരം കാര്യങ്ങളാണ് ഫിഗറിൽ വേണ്ടത്. അപ്പൊ ഫിഗറിൽ ഇത്തരം കാര്യങ്ങൾ കൃത്യമാക്കുക. ഒരു ഫിഗർ വരച്ചപ്പോൾ ബോഡി എന്ന് തുടങ്ങി, ബോഡി എച്ച് ദൂരത്തിലാണ് ഇരുന്നത്, എയില് എച്ച് പൊക്കത്തിലാണ് ഇരുന്നത്. അത് ബോഡി കൊണ്ട് പോന്നു, ബിയിലെത്തി, എക്സ് ദൂരം കവർ ചെയ്തു. സംശയം ഞാൻ പറഞ്ഞോട്ടെ അതിന്റെ കൂടെ ആൻഡ്രീസിൽ കാണിലേക്ക് പറഞ്ഞോളാം. വരച്ചു. സംശയം അപ്പൊ പറഞ്ഞോളാം. അല്ലെങ്കിൽ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് പിന്നെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊന്നും ശ്രദ്ധിച്ചിരിക്കലാന്ന്. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ചോദിക്കുവേ, അപ്പൊ ഒരു ഐഡിയ ഇല്ലാതെ പറയുന്നത് ഇപ്പൊ ചോദിച്ചോളൂ സംശയം ഉണ്ടെങ്കിൽ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ബി മുതൽ സി വരെയുള്ള ദൂരത്തെ എന്ത് വിളിക്കാം? ഒന്ന് പറയാം ഹസ്ന നജീബ്. ബി മുതൽ സി വരെയുള്ള ദൂരത്തെ എന്ത് പേരിട്ട് വിളിക്കാം?
പൊട്ടൻഷ്യൽ എനർജി അല്ല മോളെ ഞാൻ ചോദിച്ചു എ വരെയുള്ള പൊക്കത്തെ എന്ത് പേരിട്ട് വിളിക്കാം? എ വരെയുള്ള പൊക്കത്തെ എക്സ് എ വരെയുള്ള എയുടെ പൊക്കം എച്ച്. ബി മുതൽ സി വരെയുള്ള ദൂരം, അതായത് ബിയുടെ പൊക്കം എത്ര ഈ ഫിഗറിൽ നിന്ന്? ബിയുടെ പൊക്കം എനിക്ക് കണ്ടുപിടിക്കണം. എത്രയാ? എത്ര പറഞ്ഞോ? കറക്റ്റാ പറഞ്ഞോ? അബ്സല്യൂട്ട്ലി എച്ച് മൈനസ് എക്സ് ആണ്. അതെ, ഇവിടെ നിന്ന് ഇവിടം വരെ എച്ച് ആണ്. ഇത്രയും പൊക്കം എച്ച് ആണ്, ഇത്രയും ഭാഗം എക്സ് ആണ്. പിന്നെ ഈ ഭാഗങ്ങൾ കാണാൻ എന്ത് ചെയ്യണം? എച്ച് മൈനസ് എക്സ്. അപ്പൊ അത് നമ്മളെ നോട്ട് ചെയ്യും, ഒന്ന് കാണാതെ പഠിക്കരുത്. നോട്ട് ചെയ്യും എച്ച് മൈനസ് എക്സ്. ഓക്കെ, ഇനി നമുക്ക് ലെറ്റ് എഴുതാം. ബാസിൽ പറഞ്ഞിടത്ത് ഒരു പോയിന്റ് ഫിഗർ കഴിയുമ്പോൾ തന്നെ ലെറ്റ് എഴുതും. ലെറ്റസ് കൺസിഡർ. ആദ്യം തന്നെ എഴുതേണ്ടത് ഇത് എന്താണ് കാണിച്ചിരുന്നത്. അപ്പൊ നമ്മൾ ലെറ്റസ് കൺസിഡർ എ ബോഡി. ലെറ്റസ് കൺസിഡർ എ ബോഡി at a point A. ഒരു പോയിന്റ് എയില് ഒരു ബോഡി ഇരിക്കുകയാണ്, which falls freely to the ground. ഗ്രൗണ്ടിലേക്ക് ഇവൻ ചാടുകയാണ്. which falls വീഴുകയാണ്. freely. ഫ്രീ ഫോളിങ് എന്ന് പറയുന്ന സാധനം ഞാൻ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. ഫ്രീ ഫോളിങ്, താഴത്തേക്ക് ചുമ്മാ ചാടുകയാണ്. അപ്പൊ എല്ലാ ഡെറിവേഷനിലും ഒരു ഫിഗർ വരച്ചതായി എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു സെന്റൻസ് അതിൽ എഴുതും. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതിനകത്ത് ലെറ്ററുകളൊന്നും വേറെ പറയുന്നൊന്നും വേണ്ട, ലെറ്റർ വേറെ പറയാം. അപ്പൊ അതൊരു സെന്റൻസ് എഴുതുക, അതാണ് സ്റ്റാൻഡേർഡായി പറയുന്നത്. ഇനി വീണ്ടും ലെറ്റ് എഴുതും. ലെറ്റ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് നോട്ട് ചെയ്യും. അതിന് മുമ്പ് ഒരു സാധനം ഞാൻ പറയാം. എം എന്താന്ന് പറയാം. സ്മോൾട്ടർ എം. സ്മോൾട്ടർ എം എന്തായിരിക്കും? സാധാരണ ഫിസിക്സ് സ്മോൾട്ടർ എം എന്തായിരിക്കും ഒന്ന് പറഞ്ഞ ആമിന അബ്ദുൾ റഷീദ്. എന്തായിരിക്കും സ്മോൾട്ടർ എം? മാസ് ഓഫ് ദ ബോഡിയാണ്. മാസ് ഓഫ് ദ ബോഡി, ബോഡിയുടെ മാസ് ആണ് സ്മോൾട്ടർ എം. എച്ച് എന്താണ് പിള്ളേർ എഴുത്? എക്സ് എന്താണ് പിള്ളേർ എഴുത്? എച്ച് എന്താ മോനെ? സച്ചിനെ ഈ ബെല്ലിൽ ലുലുവിന് കൊടുത്തേക്ക്. ഈ ബെല്ലിൽ ലുലുവിന് കൊടുത്തേ. ഞാൻ നിന്നെ വിളിച്ചോ, അവിടെ ഇരിക്കുള്ളേ മുകളിൽ. അപ്പൊ എച്ച് ആർ എച്ച് എന്ന് പറഞ്ഞ മറ്റേ അസ്നാഫുജിർ എച്ച് ആർ ആണ് എഴുതണ്ടേ. ഹൈറ്റ് എവിടെ വരെയുള്ള ഹൈറ്റ് ഓഫ് പോയിന്റ്? ഏത് പോയിന്റില്? ഏത് പോയിന്റ് ഹൈറ്റാ? അല്ല, ഏത് പോയിന്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ മതി. എ ടു സി ദൂരാണ്. ഹൈറ്റ് എന്ന് പറയുമ്പോൾ എയുടെ ഹൈറ്റ്. ശരി. എക്സ് എക്സ് എന്തെന്ന് പറയും എന്ന് പറഞ്ഞ ആസിഫെ എക്സ് എന്തെന്ന് പറയും? എ തൊട്ട് ബി വരെയുള്ള ദൂരം. എനിക്ക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എയും ബി തമ്മിലുള്ള ദൂരം. നമ്മുടെ ഭാഷയിൽ എഴുതിയാൽ മതി. നിങ്ങൾ ഇത് കാണാതെ പഠിക്കരുത്. ഇതിനൊരു ഒഴുക്കുണ്ട് എല്ലാ ഡെറിവേഷനും. ആ ഒഴുക്കാണ് ഞാൻ പഠിപ്പിക്കണേ. അതല്ലേ എന്റെ ഡ്യൂട്ടി. നിങ്ങൾ കാണാതെ പഠിക്കാൻ ചുമ്മാ നോട്ട് തന്നിട്ട് കാര്യമില്ലോ. നോട്ട് അവിടെ നിന്ന് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇത് കാര്യങ്ങൾ എളുപ്പമാവണം. മനസ്സിലാവില്ല എന്നോട് ചോദിക്കണം. 90% എളുപ്പമാവും. 10% നിങ്ങൾ പണിയെടുത്താൽ മതി. മറ്റേ നമ്മൾ 100% പണിയെടുക്കേണ്ടത്. അപ്പൊ ബോഡി എന്താന്ന് പറഞ്ഞു? എം മാസ് ഓഫ് ദ ബോഡിയാന്ന് പറഞ്ഞു, ഹൈറ്റ് ആന്ന് പറഞ്ഞു, ദൂരാന്നൊക്കെ പറഞ്ഞു. ശരി, ഇനി അതിന്റെ ഹിസ്റ്ററി പറഞ്ഞോ. അത് പെർപെൻഡിക്കുലർ ഹൈറ്റ് ഒന്നും പറയാൻ പാടില്ലേ? പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഏറ്റവും നല്ലത്. നല്ല വാക്കതാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ചെരിഞ്ഞെടുക്കാത്തൊന്നും ഞാൻ പറഞ്ഞില്ല. പ്രശ്നമൊന്നുമില്ല കേട്ടോ. പറഞ്ഞാൽ നല്ലത്, പറഞ്ഞില്ല എന്നോർക്കും കാര്യമായ പ്രശ്നം. ഞാൻ ചോദിക്കണം, നിങ്ങൾക്ക് മനസ്സിൽ തോന്നി ചോദിച്ചോ. ഓക്കെ, ഇനി നമുക്ക് ഹിസ്റ്ററി ഞാൻ പഠിപ്പിച്ചത് എങ്ങനെയാണ് ഇത് ചെയ്യണേന്ന്. വളരെ എളുപ്പമാണ്. ടീച്ചർമാരെ എങ്ങനെയാണ് ഓർത്തിരിക്കുന്നത്, എങ്ങനെയാണ് ഒരാൾ ബോർഡിൽ ചെയ്യുമ്പോൾ ഇത് ഓർത്തിരിക്കുന്നത്, അതാണ് ഹിസ്റ്ററി എന്ന് പറഞ്ഞത്. ഇത് പഠിച്ചാൽ നമുക്ക് പരീക്ഷയും കാര്യങ്ങൾ എളുപ്പമുണ്ടാവും. നമ്മുടെ എയിം എന്ന് പറയുന്നത് എങ്ങനെയാ എച്ച് മൈനസ് എക്സ്. അത് പറയാൻ നല്ലതാ. ശരിയാ, എച്ച് മൈനസ് എക്സ് നമ്മൾ ഫിഗറിൽ കാണിച്ചാലേ അതോടെ പറഞ്ഞു. എച്ച് മൈനസ് എക്സ് ഇസ് ദ ഹൈറ്റ് ഓഫ് പോയിന്റ് ബി. പറയാൻ നല്ലതാ, ഓർമ്മിച്ചത്.
ഈ ബിയിലെ ഹൈറ്റ് ആണ് h - x. അതും പറയാം. ഫിഗറിൽ വരയ്ക്കണ എല്ലാം ഇവിടെ പറഞ്ഞാൽ നല്ലതാണ്. നല്ലതല്ല പറയണം, അതാണ് അതിന്റെ സ്റ്റൈൽ. ഓക്കെ, ഹിസ്റ്ററിയിൽ എന്താ നമ്മൾ കണ്ടുപിടിക്കണ്ടേ? ആർക്കെങ്കിലും പറയാം. നമ്മൾ എന്തായിരിക്കും പ്രൂവ് ചെയ്യാൻ പോകുന്നത്? ഈ ബോഡി എയിൽ നിന്ന് പോവുക, എയില് ബിയില് സിയില് 3 സ്ഥലത്തെത്തും. അപ്പൊ എന്തായിരിക്കും നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്? ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്ത്, ആർക്കെങ്കിലും അറിയാമെങ്കിൽ എന്തെങ്കിലും ഐഡിയ എന്തായിരിക്കും നമ്മൾ ചെയ്യാൻ പോണേ? ഹാൻഡ് റൈസ് ചെയ്ത്, ഹാൻഡ് റൈസ് ചെയ്ത്. എന്തായിരിക്കും നമ്മൾ ചെയ്യാൻ പോണേ? ഒരാൾ പറയാന്ന് പറഞ്ഞു, സ്ഥലം എന്ന് പറഞ്ഞു നോക്കി, എന്തായിരിക്കും നമ്മൾ ചെയ്യാൻ പോണേ? ശരിയോ തെറ്റോ ആയിക്കോട്ടെ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ആണോ? അതാണ് സനയുടെ ഒരു ചോദ്യം. അത് എവിടെയൊക്കെ നോക്കും മോളെ? എങ്ങനെയൊക്കെ നോക്കും? എങ്ങനെയൊക്കെ നമ്മൾ നോക്കാൻ പോണേ? എ ബി സി ആ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി. സന പറഞ്ഞതിൽ ഒരു ഭാഗം ശരിയായി. എയിലെയും ബിയിലെയും സിയിലെയും നമ്മൾ പറഞ്ഞിരിക്കുന്നത് സം ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി ഇൻ മോഷൻ ഈസ് കോൺസ്റ്റന്റ്. അതായത് എയില് ആദ്യം എയിൽ എടുക്കണം, കേട്ടോ? ആദ്യം എയിൽ എടുക്കണം, പിന്നെ ബിയിൽ എടുക്കണം, പിന്നെ സിയിൽ എടുക്കണം. അവിടുത്തെ എന്തൊക്കെ എടുക്കണം? ഇവിടുത്തെ കൈനറ്റിക് എനർജി എടുക്കണം, പൊട്ടൻഷ്യൽ എനർജി എടുക്കണം, ഇവിടുത്തെ കൈനറ്റിക് എനർജി എടുക്കണം, ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എടുക്കണം, ഇവിടുത്തെ കൈനറ്റിക് എനർജി എടുക്കണം, ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എടുക്കണം, ഇവിടുത്തെ കൈനറ്റിക് എനർജി എടുക്കണം, ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എടുക്കണം. എന്നിട്ട് ഒരു ഭാഗം ക്ലിയർ ആക്കും. കൈനറ്റിക് എനർജി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ആവുന്നത് യാതൊരു നിർബന്ധവും ഇല്ല. തന്നെ കൈനറ്റിക് എനർജി ഈക്വൽ ടു പൊട്ടൻഷ്യൽ കുറയൂന്നാണോ? അതെ അതെ. അപ്പൊ ഇത് എങ്ങനെ പറയണമെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. സം എന്ന് പറയുമ്പോ എന്താ? സം എന്ന് പറയുമ്പോ സ്ഥലം എന്താ? സം എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുമ്പോ കിട്ടുന്നത് എപ്പോഴും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഈക്വൽ ആയിരിക്കണം. അപ്പൊ നമ്മുടെ എയിം എന്താണ് ശരിക്കും പിള്ളേർ മനസ്സിലാക്കിപ്പോ. ഇത് പഠിച്ച പിള്ളേർക്ക് ഡെറിവേഷൻ ചെയ്യാൻ എളുപ്പമാണ്. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണം. എവിടെയൊക്കെ? അറ്റ് എ, അറ്റ് ബി, അറ്റ് സി. 3 സ്ഥലത്ത് കണ്ടുപിടിക്കണം. എല്ലാ സ്ഥലത്തും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതാണ് നമ്മുടെ എയിം. അപ്പൊ ഈ എയിം ആദ്യം അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കണം. എന്താണ് ചെയ്യാൻ പോണെന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അതാണ് ഹിസ്റ്ററി. ബാക്കിൽ നമ്മൾ തുടങ്ങും. അങ്ങനെ തുടങ്ങാവുള്ളൂ ഡെറിവേഷൻ. പുറകീനെ തുടങ്ങാവുള്ളൂ. ചുമ്മാ അങ്ങനെ പഠിച്ച് അങ്ങനെ പഠിക്കണേ, അങ്ങനെ പഠിച്ച ഓർത്തിരിക്കൂല്ലോ. നമുക്ക് എന്ത് ചെയ്യണം എന്ന് ആദ്യം സെറ്റ് ചെയ്യണം. നമുക്ക് എയിലെയും ബിയിലെയും സിയിലെയും 2 ആൾക്കാരെ വീതം കണ്ടുപിടിക്കണം. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം, പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണം. എന്നിട്ട് എയിലെ 2 കൂട്ടണം, എന്ത് വില കിട്ടും? ബിയിൽ 2 കൂട്ടണം, എന്ത് വില കിട്ടും? സിയിൽ 2 കൂട്ടണം, എന്ത് വില കിട്ടും? ഇതെല്ലാ സ്ഥലത്തും കോൺസ്റ്റന്റ് ആയാൽ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി പ്രൂവ്ഡ് ആണ്. ഐഡിയ ഇല്ലാത്തവര് പറ, ഐഡിയ ഇല്ലാത്ത പറ. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ, അത് എന്ത് ചെയ്യണം എന്ന് ആദ്യം ആലോചിക്കും, എന്നിട്ടല്ലേ ചെയ്യാൻ തുടങ്ങുള്ളൂ. അതേപോലെ ഡെറിവേഷൻ ചെയ്യുന്നതിന് മുമ്പ് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു. ഇനി നമുക്ക് ചെയ്തു തുടങ്ങാം. പറഞ്ഞോ, പ്രശ്നമുള്ളവർ പറഞ്ഞോ, എന്തെങ്കിലും അഭിപ്രായമുള്ളവർ പറഞ്ഞോ. കുഴപ്പമില്ല, ശരി. നീ കേട്ടോ, അങ്ങനെ ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം പ്രത്യേകം വിളിച്ചിരിക്കും. ഫിദ കൈനറ്റിക് എനർജിയുടെ ഫോർമുല നമ്മൾ എന്താണ്? കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് mv². ഓക്കെ, ഹാഫ് mv². ഞാൻ ചോദിക്കട്ടെ ഫിദ, ഈ ബോഡി താഴത്തേക്ക് ചാടുമ്പോൾ, ഈ ബോഡി ഏത് താഴത്തേക്ക് ചാടുമ്പോൾ ഇത് യൂണിഫോം ആക്സിലറേഷൻ ആണോ അല്ലയോ? ഇതിന് ആക്സിലറേഷൻ ഉണ്ടോ? ഇതിന് ആക്സിലറേഷൻ ഉണ്ടോ ഈ കേസിൽ? എല്ലാവരും ആലോചിച്ചോടെ പറഞ്ഞത്, എല്ലാവരോടും കൂടിയാ ചോദിക്കും. അല്ല, ഒരാളോട് ചോദ്യം ചോദിക്കുമ്പോൾ വേറെ ഇരിക്കരുത്. ആക്സിലറേഷൻ ഉണ്ടോ ഇതിന്? ഇതാ ഈ ബോഡി ചാടുമ്പോൾ ആക്സിലറേഷൻ ഉണ്ടോ? മാത്രമാണോ? അല്ല, ആക്സിലറേഷൻ ഉണ്ടോ? ഈ ബോഡി താഴത്തേക്ക് ചാടുമ്പോൾ ഇതൊരു ആക്സിലറേറ്റഡ് മോഷൻ ആണോ? ആക്സിലറേഷൻ ഉണ്ടോ ഈ ബോഡിക്ക്? ഉണ്ടാവും. കാരണം ബോഡി മൂവ് ചെയ്യുവാണല്ലോ താഴത്തേക്ക്. താഴത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ ആക്സിലറേഷൻ ഉണ്ടാവണം നിർബന്ധമുണ്ടോ? ഹാൻഡ് റൈസ് ചെയ്തോ പിള്ളേരെ, ഹാൻഡ് റൈസ് ചെയ്തോ. അറിയാവുന്നവരെ ഹാൻഡ് റൈസ് ചെയ്തോ. അറിയാവുന്നവരപ്പ ഹാൻഡ് റൈസ് ചെയ്യും. ഒരാളോട് ചോദിക്കും, ഒരാളോടല്ല എന്റെ ചോദ്യം. കണ്ടോ, ഇപ്പൊ ഹാൻഡ് റൈസ് ചെയ്യാൻ ധൈര്യം കാണിച്ചാൽ 1 2 3 4 5 6 7 8 പേരുള്ളൂ, 9 പേരുള്ളൂ. പഴയ ടോപ്പിക്ക് അറിയാവുന്നത് 9 പേരേ ഉള്ളൂ. തെറ്റാണെങ്കിലും എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം? ഇത് ആക്സിലറേഷൻ മോഷൻ ആണോ? ആക്സിലറേറ്റഡ് മോഷൻ ആണോ? അതെ. കാരണം അത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. Brilliant in the sense he has connection with that
ടോപ്പിക് ദാറ്റ് കംസ് ഇൻ ദ ചാപ്റ്റർ നമ്മൾ പഠിച്ച 3-ാമത്തെ 4-ാമത്തെ ചാപ്റ്റർ വരെ ടോപ്പിക് ഫ്രീ ഫോൾ ഞാൻ പഠിപ്പിച്ചതാണ്. ഒരു തേങ്ങ മോളിൽ നിന്ന് ചാടുന്നു, ഒരു കല്ല് മോളിൽ നിന്ന് ചാടുന്നു, അവനാകെ ഞാൻ എക്സ്പെരിമെന്റ് കാണിച്ചു തന്നില്ലേ, അവന് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ട് ജി. അപ്പൊ ഈ ബോഡി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ അനന്തുമല്ല ആനന്ദ് പി എം ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഇവിടത്തെ ഈ ചാടുന്ന ചാട്ടത്തില് വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ഇക്വേഷൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കണം? ഏത് ടൈപ്പ് ഇക്വേഷൻ ആയിരിക്കും? ഈ കേസില് ബോഡി മോളിൽ നിന്ന് ചാടുമ്പോ ഇവന്റെ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ, കാരണം നോക്കിക്കേ, കൈനറ്റിക് എനർജിയുടെ ഫോർമുല ½ എന്നാണ്. 3 സൈഡിലെ കണ്ടുപിടിക്കണം. അപ്പൊ ഈ വെലോസിറ്റി കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ഇക്വേഷൻ ഉപയോഗിക്കണം എന്ന് ഞാൻ പഠിപ്പിച്ചാക്കണേ? കൈനമാറ്റിക് ഇക്വേഷൻ ഉപയോഗിക്കണം. കണ്ടോ, ഇതെല്ലാം പഴയ ടോപ്പിക്കുകളുമായിട്ടുള്ള ബന്ധമാണ്. പഴയ ടോപ്പിക്കുകൾ അറിയാമെന്നുള്ളതിന്റെ തെളിവാണ്. കാരണം കൈനമാറ്റിക് ഇക്വേഷൻ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാ? കൈനമാറ്റിക് ഇക്വേഷൻ നമ്മൾ പഠിച്ച 3 ഇക്വേഷൻ: v² - v² = 2as, v² = u² + 2as, s = 2 + v = u + h. ഈ 3 ഫോർമുലയാണ് കൈനമാറ്റിക് ഇക്വേഷൻ. അപ്പൊ ഇവിടെ കൈനമാറ്റിക് ഇക്വേഷൻ ഉപയോഗിക്കാവുള്ളൂ. കാരണം ഇത് ആക്സിലറേറ്റഡ് മോഷൻ ആണ്, യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ ആണ്. അപ്പൊ പഴയ ടോപ്പിക് അറിയില്ലാത്ത ആദ്യമായിട്ട് കേൾക്കുന്ന കുട്ടികൾ നിർബന്ധമായിട്ട് എഴുതേണ്ട ഒരു പോയിന്റ് എന്താണ്? സെപ്പറേറ്റ് പോയിന്റ്. കൈനമാറ്റിക് ഇക്വേഷൻ ഉപയോഗിക്കുന്നത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. ഇവിടെ യൂണിഫോംലി ആക്സിലറേറ്റഡ് ആണ്. കാരണം ഗ്രാവിറ്റി, ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി അങ്ങനെയാണ്. ശരി, അപ്പൊ ഇത്തരം കാര്യങ്ങൾ അവിടെ ഇരിക്കട്ടെ. ഇത്തരം കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് കണക്ക് ചെയ്യാം, ഡെറിവേഷൻ ചെയ്യാം. അപ്പൊ ഡിറൈവ് ചെയ്യാൻ പോകും. ഓക്കെ, ഞാൻ കാര്യം ചോദിക്കട്ടെ നമ്മുടെ ആരോടെ? അപ്പൊ എന്താ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് നമ്മൾ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ഹിസ്റ്ററിക്ക് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. നീ എന്തായിരിക്കും ആദ്യം ചെയ്യാൻ പോകുന്നത്? എന്താ അല്ല, എവിടത്തെ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? എന്താ നമ്മൾ കണ്ടുപിടിക്കണ്ടേ? എന്താ നമ്മുടെ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എവിടത്തെ ഫ്രീ ഫോളിംഗ് ബോഡി. എവിടത്തെ കണ്ടുപിടിക്കണം? എവിടത്തെല്ലാം കണ്ടുപിടിക്കണം? ഏതെല്ലാം പോയിന്റിലെ കണ്ടുപിടിക്കണം? എ, ബി, എൻ, സി. അപ്പൊ ആദ്യം എയിലെ കണ്ടുപിടിക്കാം. അറ്റ് എ ആണോ? ഡെറിവേഷൻ ആണോ? ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതാണ് ഡെറിവേഷൻ. ഇത് പരീക്ഷയ്ക്ക് എഴുതരുത്, ഇത് നമുക്ക് എഴുതി വെക്കണം, നമുക്ക് ഓർക്കാൻ വേണ്ടി. അപ്പൊ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് അറ്റ് എ. അറ്റ് എയിൽ എന്ത് കണ്ടുപിടിക്കണോ? പറഞ്ഞേ, അറ്റ് എയിൽ എന്ത് കണ്ടുപിടിക്കും? പറഞ്ഞ അറ്റ് എയിൽ എന്ത് കണ്ടുപിടിക്കണം? ഹൈറ്റ്. അറ്റ് എയിൽ ആദ്യം കൈനറ്റിക് കണ്ടുപിടിക്കണം. അങ്ങനെ വരട്ടെ, നീ ട്രാക്കിലേക്ക് കയറട്ടെ. എന്തെങ്കിലും എവിടെയെങ്കിലും ഇട്ട് പറഞ്ഞാൽ ഒക്കൂല. ഫിസിക്സും മാത്സും കെമിസ്ട്രിയുടെ പ്രോബ്ലം ഒക്കൂല. എവിടെയെങ്കിലും എന്തെങ്കിലും തട്ടിക്കൂട്ടി പറഞ്ഞാൽ ഒക്കൂല. തട്ടിക്കൂട്ടലൊന്നും നടക്കൂല പരിപാടി. അല്ലെങ്കിൽ നിങ്ങൾക്ക് തട്ടിക്കൂട്ടൽ ഏറ്റവും ബെസ്റ്റ് കാണാതെ പഠിക്കുക. പ്രോബ്ലം ഒന്നും പഠിക്കരുത്, മനസ്സിലാക്കി പഠിക്കരുത്, ഫുൾ കാണാതെ പഠിക്കുക. അതാണ് തട്ടിക്കൂട്ടുകാർക്ക് ബെസ്റ്റ്. 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നിലും സ്വർഗം നരകം. ഇതിന്റെ ഇടക്കൊരവസ്ഥയില്ല. ഇതിന്റെ രണ്ടിന്റെ ഇടക്കാവസ്ഥ സ്വർഗത്തിൽ ഇടക്കൊരവസ്ഥ ഉണ്ടെന്നാട്ടോ വേറെ കണ്ടു. അതേപോലെ ഒന്നിലും നല്ലപോലെ പഠിക്കാത്ത 100%. ഇല്ലെങ്കിൽ ഒന്നും നല്ലപോലെ പഠിക്കാൻ നിൽക്കരുത്, ഇടക്കിട്ട് പഠിക്കരുത്, കാണാതെ പഠിക്കാൻ പോകുന്നു. കിട്ടി. ഓക്കെ, അപ്പൊ അറ്റ് എയില് 2 ആൾക്കാരെ കണ്ടുപിടിക്കണം. കൈനറ്റിക് എനർജിയും കണ്ടുപിടിക്കണം, പൊട്ടൻഷ്യൽ എനർജിയും കണ്ടുപിടിക്കണം. അപ്പൊ കൈനറ്റിക് എനർജി ആദ്യം കണ്ടുപിടിക്കാൻ നോക്കാം. കൈനറ്റിക് എനർജി വാട്ട് ഈസ് ദ ഫോർമുല? എന്ത് ഫോർമുല ഉപയോഗിക്കണം എന്ന് നമ്മൾ പറഞ്ഞേ? തോമസേ ഇവിടെ കൈനറ്റിക് എനർജി എന്ത് ഫോർമുല ഉപയോഗിക്കണം? ഹാഫ് mv സ്ക്വയർ. ഹാഫ് mv സ്ക്വയർ പഠിക്കാന്നത് കേട്ടോട്ടോ, എല്ലാ രീതിയിൽ ശ്രദ്ധിച്ചോ. എയില് വെലോസിറ്റി എത്രയാ? എയില് ബോഡി നിൽക്കുമ്പോ ഇവിടുത്തെ വെലോസിറ്റി എത്രയാ? എയില് ബോഡി നിൽക്കുമ്പോ വെലോസിറ്റി എത്രയാ? എല്ലാവരും കൈ പൊക്കണം കേട്ടോ ആൻസറിന്. എല്ലാവരും എന്തെങ്കിലും പറയാൻ റെഡിയാവും. ഇങ്ങനെ പിടിച്ചോ, സത്യമായി ഇങ്ങനെ പിടിച്ചോ, പേടിക്കണ്ട. ഇങ്ങനെ പിടിച്ചോ, ഇങ്ങനെ കൈ പിടിച്ചേ ചോദിക്കൂല, അങ്ങനെ പിടിച്ചോ. ശരി, പറഞ്ഞോ. ഷാമിന്റെ കൈ എന്ത് മോനെ ഒളിപ്പിച്ചു വെച്ചോ നീ? ഷാമിൻ ഷേർജ് കാണില്ല. പറ, നീ പറഞ്ഞേ. എയിലെന്താ അവസ്ഥ? കൈ അധികം ശരിയോ തെറ്റോ ഞാൻ നോക്കിക്കോളാം. എയിലെന്താ വെലോസിറ്റി? 0. കാരണം തുടങ്ങണ ഇതല്ലേ? ബ്രില്യന്റ്.
തുടങ്ങുകയല്ലേ സാറേ മുകളിലല്ലേ നിൽക്കണേ, ഇവിടെ ഏറ്റവും മുകളിലല്ലേ നിൽക്കണേ. പണ്ട് നമ്മൾ പഠിച്ചതാ സ്റ്റോൺ, മുകളിൽ നിന്ന് സ്റ്റോൺ എന്ന കല്ലിക്ക് ഞാൻ പഠിപ്പിച്ചതാ ഇനീഷ്യൽ വെലോസിറ്റി അവന്റെ 0 ആണ്. അപ്പൊ ആരായിപ്പോ കയറ്റി ഷാമിനെ അങ്ങനെ കയറ്റി കഴിഞ്ഞ് എന്തായിപ്പോ? അപ്പൊ എത്രയോ? 0. ഹാഫ് ഇൻറ്റു എം ഇൻറ്റു 0 സ്ക്വയർ 0. മൊത്തം ഇൻറ്റു ചെയ്താൽ 0 ആദ്യം ഇൻറ്റു ചെയ്താൽ 0. 2 കഴിഞ്ഞ് 0. കണ്ടോ, എളുപ്പമായി. ഇനി ആരാ മൈൻഡ് ബേസ് കണ്ടുപിടിക്കണ്ടേ? ഇനി ആരാ കണ്ടുപിടിക്കണ്ടേ? ഇനി ആരാ കണ്ടുപിടിക്കണ്ടേ? ഈ പൊട്ടൻഷ്യൽ എനർജി. കൃഷ്ണാന്റെ കൈ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കാനും സമയമില്ലല്ലോടാ. എത്ര എഴുതിയാലും തീരുമല്ലോ. പ്രത്യേകിച്ച് നീയൊന്നും എത്ര എഴുതിയാലും തീരും. എത്രയോ കാര്യങ്ങൾ നിനക്ക് സംശയം എന്നറിയാം. അത് നിങ്ങൾ എഴുതാതെ ഇങ്ങനെ കൈ കെട്ടി ഇങ്ങനെ ഇരുന്ന് നടക്കുന്ന കേസല്ല അത്. അങ്ങനെ ഇരിക്കണേ നീ അങ്ങനെ എഴുതാൻ എളുപ്പമായി പോയി. അങ്ങനെ എല്ലാം അറിയാവുന്ന എല്ലാ ആൻസറും സ്വന്തമായ ആൻസർ ചെയ്യുന്ന കുട്ടികളോട് അങ്ങനെ ഇരിക്കണില്ല. അപ്പൊ സീ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആറ്റിറ്റ്യൂഡ്, റൈറ്റ്? പൊട്ടൻഷ്യൽ എനർജി ആണ് അടുത്ത വേണ്ടത്. പൊട്ടൻഷ്യൽ ഫോർമുല mgh. അപ്പൊ എന്താ mgh നമുക്ക് എന്തൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞേ? അറ്റിയയില് എന്തൊക്കെ കൊടുക്കണം പറഞ്ഞ എലിസബത്തെ? അറ്റിയയില് എം എത്രയാ? ഇവന്റെ ബോഡിയുടെ മാസ് എത്രയാ? എന്താ നമ്മൾ വിളിച്ചാകണേ എമ്മിനെ? മാസ് എന്താ വിളിച്ചാണ്? എയില് ബോഡിയുടെ മാസ്, mgh എം മാസ്, ജി ആക്സിലറേഷൻ ഗ്രാവിറ്റി, എച്ച് ഹൈറ്റ്. നമ്മൾ എയിലിരിക്കുമ്പോ ബോഡിയുടെ മാസ് എത്രയാ? എന്ത് നമ്മൾ കൊടുത്താണ് മോൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടാവില്ല എലിസബത്തെ? അടുത്ത മാസ് ഓഫ് ദ ബോഡി എം തന്നെ. ഭൂമിയിലെ mgh ആണ്, നമ്മളെടുത്താണ് എം ആണ്. അപ്പൊ എം തന്നെ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്ര? ഏതാ ലെറ്റർ? ജി തന്നെ, മാറ്റമൊന്നുമില്ല, അത് തന്നെയല്ലേ. വാട്ട് ഇസ് ദ ഹൈറ്റ് അറ്റ് എ? ഏതാ? നോക്കിയാൽ എയിലെ പൊക്കം എവിടെ നിന്നായിരിക്കും പൊക്കം നോക്കണേ? mgh എച്ച് എവിടെ നിന്നായിരിക്കും നോക്കണേ? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാവിലെ ഞാൻ ചോദിച്ചത്, സംശയമൊന്നുമല്ലോ. mgh എച്ച് എവിടെ നിന്നായിരിക്കും നോക്കണം? ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജിയുടെ mgh എച്ച് എന്താ? ഹൈറ്റ്. എവിടെ നിന്നുള്ളേ? ഇനീഷ്യൽ അല്ല, ഒരു ബോഡി ഒരു സ്ഥലത്ത് നിൽക്കണു. അപ്പൊ ഹൈറ്റ് എവിടെ നിന്നുള്ള ഹൈറ്റാ നോക്കണ്ടേ? മുകളിൽ നിന്ന് താഴത്തേക്ക്. താഴെ എവിടം വരെ? സി വരെ. അപ്പൊ എത്ര ഇവിടെ? എച്ച്. അപ്പൊ എക്സ് അല്ലല്ലോ, എച്ച്. അപ്പൊ mgh എച്ച് എന്ന് പറഞ്ഞ ഹൈറ്റ് ഓഫ് ദ ബോഡിയാണ് ഫ്രം ദ എർത്ത് സർഫസ്. ഇവിടെ എച്ച് തന്നെയാണ്, ഒരു സംശയം. ഇത് ഞാൻ പഠിപ്പിക്കുക, നിങ്ങൾ കുറച്ചുകൂടി അങ്ങോട്ടും കൂടി നോക്കണ്ട്. അടുത്തത് നിങ്ങൾ പറയുമ്പോൾ തെറ്റും. അതായത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എലിസബത്തിനോട് ചോദിക്കണം. ഞാൻ വെറുതെ ചോദിക്കണമെന്നല്ല, ഞാൻ വെറുതെ ഒരു സമയം കളയില്ല. കാരണം അത് പ്രശ്നം ഉണ്ടാക്കും അടുത്തത്. അപ്പൊ നിങ്ങൾ ആലോചിച്ചിരിക്കും. ഞാൻ ഒരു ആരോട് ചോദിച്ചാലും നിങ്ങളോട് എല്ലാവരോടും കൂടിയാ ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ വാട്ട് ഈസ് പൊട്ടൻഷ്യൽ? ഇനി പറഞ്ഞോ. എ ടു സി വരെയുള്ള ഹൈറ്റ് അല്ലേ എച്ച്? അതെ, എ മുതൽ സി വരെ. അതെ, എ മുതൽ സി വരെ. സി വെച്ച് എങ്ങനെ എടുക്കേണ്ടതെന്ന് അറിയാം. സി എന്ന് പറയരുത്, ശരിക്കും ഭാഷ സി എന്നല്ല പറയണ്ടേ. എ സർഫസ് ചെയ്ത്, ഇതാണ് നമ്മുടെ സർഫസ്. ഗ്രൗണ്ടിൽ നിന്ന് എത്ര പൊക്കമുണ്ട്, അതാണ് പൊട്ടൻഷ്യൽ എച്ച്. ഗ്രൗണ്ടിൽ നിന്നാണ് നോക്കണ്ടേ. എവിടെ നിന്നാലും ഗ്രൗണ്ടിൽ. ഗ്രൗണ്ട് എന്ന് പറയാൻ സി എന്ന് പറയാം ഏകദേശം. ഗ്രൗണ്ടിൽ എച്ച് കണ്ടില്ലേ? എച്ച് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ പോയിന്റ് എ. അല്ല, എക്സോ മുകളിൽ നിന്നുള്ള ദൂരം ഒന്നും എടുക്കരുത്, താഴെ നിന്നുള്ള ദൂരം എടുക്കാവുള്ളൂ. അത് ഞാൻ പറഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും എന്ന് പറഞ്ഞേ നമ്മുടെ അർഷദ് മോഹൻ. അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത ഇനി ബിന്റെ അകത്തുള്ളത് കണ്ടിരിക്കണം. അപ്പൊ ഒന്നുകൂടെ നീ നോക്കി, ഒന്നുകൂടെ ആലോചിച്ച് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ കണ്ട് നിർത്താവോ? കൈനറ്റിക് എനർജി Therefore, total mechanical അങ്ങനെ എഴുതണം. മെക്കാനിക്കൽ എനർജി ഈക്വൽ ടു, ഇങ്ങനെ എഴുതിക്കൊള്ളും. ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈസ് ഈക്വൽ ടു
എത്ര എഴുതും ഫാത്തിമ സലീം? പുതിയ ആളെന്ന് പറഞ്ഞേ. അങ്ങനെയാണ് ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈസ് ഈക്വൽ ടു എന്ന് എഴുതാം. 0 plus mg. Absolutely. 0 plus mgh. It is equal to mgh. Absolutely. അപ്പൊ ടോട്ടൽ മെക്കാനിക്കൽ എനർജി നമ്മൾ എന്തെന്ന് പ്രൂവ് ചെയ്തു? mgh ആണ്. എവിടത്തെ നമ്മൾ കൈലാസ്നാഥൻ അല്ലേ പേര് പറഞ്ഞു? കൈലാസ്നാഥൻ എന്തിടാ പോയോ പറഞ്ഞേ അൽഫാസെ. ഇതിപ്പോ എന്തെന്നാ പ്രൂവ് ചെയ്ത് അൽഫാസെ? അല്ല കൈലാസ്നാഥൻ അല്ല, സോറി, അങ്ങനത്തെ ഒരാളെ കൃഷ്ണാനന്ദ്. ഞാൻ കൈലാസ്നാഥ് പറ കൃഷ്ണാനന്ദ്. നീ പറയണ്ട, കൃഷ്ണാനന്ദ് പറ. കൃഷ്ണാനന്ദേ. അപ്പൊ എന്തപ്പ എവിടത്തെ ടോട്ടൽ മെക്കാനിക്കൽ mgh എവിടത്തെയാണ്? പൊട്ടൻഷ്യൽ എനർജി എവിടത്തെ ടോട്ടൽ മെക്കാനിക്കൽ എനർജിയാണ് mgh? എവിടത്തെ? എവിടത്തെ? A to B. ആൻസർ എവിടത്തെ മെക്കാനിക്കൽ എനർജിയാണ് mgh? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറഞ്ഞിട്ട് നീ ഇന്റർനാഷണൽ ക്വസ്റ്റ്യൻ ചോദിച്ച പോലെയാണല്ലോ നീ പറഞ്ഞിട്ട്. ക്വസ്റ്റ്യൻ സാർ ഒന്നുകൂടെ പറയാൻ പോലെ നീ ഒന്നും ശ്രദ്ധിക്കാറുണ്ട്. സാറ് ക്വസ്റ്റ്യൻ പറഞ്ഞോണ്ട് കാര്യമുണ്ട്. ഇവിടെ നോക്കടാ, പറയാം. നോക്ക, അറ്റ് എയിലെ ടോട്ടൽ മെക്കാനിക്കൽ എനർജിയാണ് mgh. അല്ല സാറ് നീ 10 ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നീ അത് നോക്കിയാൽ മനസ്സിലാവും. സിമ്പിൾ ആയിട്ട് പറയണ മനസ്സിലാവും. ടോട്ടൽ മെക്കാനിക്കൽ എനർജി mgh ആണ് ഇവിടെ അറ്റ് എയില്. ഞാൻ അടുത്ത എയിം എന്തായിരിക്കും ഒന്ന് പറയാം. ഹസ്ന സുധീർ, അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും നമ്മുടെ? നിങ്ങൾക്ക് പറയാം. അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? അറ്റ് ബി കണ്ടോ? ഇനി ബിയിലെ കണ്ടുപിടിക്കണം. ഇതുപോലെ തന്നെ എല്ലാവരും കണ്ടുപിടിച്ചേ കാണത്തെ. ആദ്യം ഏത് കണ്ടുപിടിക്കും ഹസ്ന? അറ്റ് ബിയിൽ ആദ്യം ഏത് കണ്ടുപിടിക്കും? ആദ്യം കാറ്റിക് എനർജി കണ്ടുപിടിക്കും, പിന്നെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കും, എന്നിട്ട് അത് ആഡ് ചെയ്യും. ചെയ്ത് കാണട്ടെ. ഫാത്തിമ പൊസിഷൻ ക്ലിയർ ചെയ്യണോ? എന്താണ്? ശരി, ശ്രദ്ധിച്ചു. ശരിക്കും നോക്കണം. ഐഡിയ കിട്ടിയിരുന്ന ഹാൻഡ് റൈസ് ചെയ്തോ. വേറൊരു സ്ഥലത്തും നിങ്ങൾ നോക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് കിട്ടുന്ന ഐഡിയ എടുക്കാം. വേറെ സ്ഥലത്ത് നോക്കുന്നവർ കൂടുതൽ കൂടുന്നു. കൈനമാറ്റിക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണതാണോ അതിന്റെ? നോക്ക് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് വരുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഹിസ്റ്ററി നോക്കിയിട്ട് തീരുമാനം എടുക്കാം. ഹിസ്റ്ററി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അറിയാവുന്നത് മതി. ഒരു സ്ഥലത്ത് നിങ്ങൾ നോക്കണ്ട. ഒരു സ്ഥലത്ത് നോക്കി ആരും ആൻസർ ഒന്നും പറയണ്ട. അറിയാവുന്ന തെറ്റോ ശരി എന്തായാലും പ്രശ്നം. ഐഷാജി എന്ന് പറഞ്ഞ കേക്കട്ടെ, എങ്ങനെയുണ്ട്? നോക്കാം, ഒരു മിനിറ്റ് കേട്ടോ പിള്ളേരെ. ആദ്യം പറയുന്നത് അറ്റ് ബിയിലെ പറയാം കേട്ടോ. ഫാത്തിമ പൊസിഷനൊക്കെ ക്ലിയർ ചെയ്താ? ക്ലാരിറ്റി ഉണ്ട്. ശരി, അറ്റ് ബിയില് നമുക്ക് പറയാം. അറ്റ് ബിയില് ആദ്യം ഐഷ പറഞ്ഞ പോലെ അറ്റ് ബിയില് നമുക്ക് കൈനറ്റിക് എനർജി പറയാം കേട്ടോ. കൈനറ്റിക് എനർജി അതേപോലെ ഞാൻ ചോദിക്കട്ടെ, mv². അപ്പൊ എന്തെങ്കിലും കൊടുക്കണോ? മതി, ഇത്ര എഴുതിയാൽ മതിയാ? ബിയുടെ വെലോസിറ്റി അല്ലേ ഈ നമ്മളെ ബിയിലെ കണ്ടുപിടിക്കണം. ബിയുടെ വെലോസിറ്റി അല്ലേ ഈ ബിയിലെ വെലോസിറ്റി ആണോ വീത്? കേട്ടോ, ശ്രദ്ധിച്ചോ. ഫാത്തിമ പൊസിഷനൊക്കെ ക്ലിയർ ചെയ്തോ? ഫാത്തിമ
ക്ലിയർ ചെയ്താ? ക്ലിയർ ചെയ്തു. കേട്ടോ. അപ്പൊ കേട്ടോ, രണ്ടാമത് പറയാം കേട്ടോ, അതിനൊക്കെ ശ്രദ്ധിച്ചോ. കൈനറ്റിക് എനർജി ബിയിലെ കൈനറ്റിക് എനർജിയാണ് പറഞ്ഞത്. ബിയിലെ കൈനറ്റിക് എനർജി അറ്റ് ബിയിലെ കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ ആണ്. അപ്പൊ ഐസക്ക് ഉണ്ടായ ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവണം. ഡൗട്ട് ഉണ്ടായാൽ മതി, ചെയ്യൊന്നും വേണ്ട. എന്താണെന്നറിയാം? അല്ല സാറേ, ഈ വി എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. എവിടത്തെയാ? ബിയിലെ വെലോസിറ്റി ആണ്. കാരണം നമ്മൾ കണ്ടുപിടിക്കുന്നത് എവിടത്തെയാ? ബിയിലെയാണ്. എയിലെ നമ്മൾ വെലോസിറ്റി 0 ആണെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു. കറക്റ്റ് ആണ്, ബാസിന് പറഞ്ഞ കറക്റ്റ് ആണ്, 0 ആണ്. ബിയിലെത്തുമ്പോ എന്താണ് അവന്റെ വെലോസിറ്റി നമുക്കറിയില്ല. നമ്മൾ വി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻട്രൊഡക്ഷനിൽ, അതും പറഞ്ഞിട്ടില്ല. അപ്പൊ വി ഹാവ് ടു കാൽക്കുലേറ്റ്. ബട്ട് വി നോ ദാറ്റ് വെലോസിറ്റി ഇവിടെ വെച്ച് എത്രയായിരുന്നു? ഇവിടെ വെച്ച് വെലോസിറ്റി 0 ആയിരുന്നു. അതിന് താഴത്തേക്ക് ചാടുകയാണ്. ഇവിടത്തെ എത്ര വെലോസിറ്റി നമുക്കറിയില്ല. നമുക്കത് കണ്ടുപിടിക്കണം. ചുമ്മാ വി നമുക്ക് കൊടുക്കാൻ പറ്റില്ല. വി നമ്മൾ കണ്ടുപിടിക്കണം. അതിനാണ് അനന്തരാജ് ചോദിച്ച പോലെ, സാറേ നമുക്ക് വി കണ്ടുപിടിക്കാൻ വേണ്ടി എങ്ങനെ ചെയ്യാം? വി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് കൈനമാറ്റിക് ഇക്വേഷൻ ഉപയോഗിക്കാം. കണ്ടോ? അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി വി കണ്ടുപിടിക്കാൻ വേണ്ടി കൈനമാറ്റിക് ഇക്വേഷൻ ഉപയോഗിക്കാൻ പോവാണ്. കൈനമാറ്റിക് ഇക്വേഷൻ ഉപയോഗിക്കാൻ നേരത്ത് കണ്ടോ, നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഈ ബോഡി വളരെ ശ്രദ്ധിച്ചോളുമ്പോൾ ബോഡി എയിലാണ് ഇരുന്നത്. കേട്ടോടോ, ഞാൻ ഇവിടെ ശരിക്കും ശ്രദ്ധിച്ചോ. ബോഡി എയിലാണ് ഇരുന്നത്. ആ ബോഡി താഴത്തേക്ക് ചാടി ഇവിടെ എത്തി. അപ്പൊ എന്തൊക്കെ ഇത്രയും സാധനങ്ങൾ എ മുതൽ ബി വരെ സഞ്ചരിച്ചു. അവിടെ എന്തൊക്കെ ഐറ്റം നമുക്കറിയാം? ഒന്ന് പറഞ്ഞേ മൂസിനെ, എന്തൊക്കെ ഐറ്റം പറയാം? എ മുതൽ ബിയിലേക്ക് സഞ്ചരിച്ചപ്പോ എന്തൊക്കെ ഐറ്റം നിനക്കറിയാം? ഡിസ്പ്ലേസ്മെന്റ് എക്സ്. ബ്രില്യന്റ്. അതാണ് ഒന്നാമത്തെ സാധനം. അവന്റെ ഡിസ്പ്ലേസ്മെന്റ് എക്സ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഏതാ ലെറ്റർ? എസ്. കൈനമാറ്റിക് ഇക്വേഷനിലെ എസ് എക്സ് ആണ്. സംശയം ഇപ്പൊ ചോദിച്ചോളാം, സാറേ എങ്ങനെയാ വന്നത് ചോദിച്ചോളാം. എ മുതൽ ബി വരെ അവൻ സഞ്ചരിച്ചു. സഞ്ചരിച്ചതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എക്സ് അല്ലേ? അത് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ, എക്സ് ആയിട്ട്. ഇനി എന്താണുള്ള മൂസിലുള്ള? യു ഉണ്ട്, 0 പറഞ്ഞിട്ട്. അബ്സല്യൂട്ട്ലി. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. കാരണം അവൻ തുടങ്ങിയത് എയിൽ നിന്ന്. എയിൽ അവന്റെ വെലോസിറ്റി 0 ആയിരുന്നു. ഇത് നമ്മൾ ഒരുപാട് കണക്ക് ചെയ്തതാ. പുതിയ കുട്ടികൾക്ക് ചിലപ്പോൾ അത്ര ഒഴുക്കുണ്ടാവില്ല. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഒന്ന് പറയാവോ? നമ്മുടെ ഭീമക്കേ ഇനി ആരെങ്കിലും ഉണ്ടോ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ബ്രില്യന്റ്. കണ്ടോ, പിള്ളേര് പറഞ്ഞുണ്ട്, പണ്ട് പഠിച്ച ആക്സിലറേഷൻ ഉണ്ട്. ആരമ്മളെ ആക്സിലറേഷൻ ജി 9.8. ജി 9.8 ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കൊടുക്കാം. ഇതെല്ലാവരും കൊടുക്കാം. നമുക്ക് ഇതെല്ലാവരും കൊടുത്തിട്ട് നമുക്ക് അപ്പൊ ഏത് ഫോർമുലയാ ബെസ്റ്റ്? അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞേ ആദ്യം മുജീബേ. അങ്ങനെയാണെങ്കിൽ കൈനമാറ്റിക് ഇക്വേഷനിലെ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് വി ആണ്. കണ്ടോ, വി കണ്ടുപിടിക്കണം. ഇത്തിരി ആൾക്കാരുണ്ട്. ഏതാ ബെസ്റ്റ് ഇക്വേഷൻ? പറഞ്ഞോ. S is equal to U plus AT. ആരാടാ? V is equal to U plus AT. ഞാനൊന്ന് നീ പുതിയ നാലാമത്തെ ഒരെണ്ണം കണ്ടുപിടിച്ചു. എസ് ഈസ് ഇക്വൽ വി ഈസ് ഇക്വൽ യു പ്ലസ് എയ്റ്റ്. ടി എവിടെയാടാ? ടി ഉണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ അടുത്തത് ഏഞ്ചൽ ബേബിയെ എവിടെയാ ഒളിച്ചിരിക്കുന്നത്? എന്ന് പറഞ്ഞേ, ഏതാ ഉപയോഗിക്കണ്ടേ? ഏഞ്ചൽ ബേബി, ഹലോ ഇല്ല. പറഞ്ഞേ ആനന്ദരാജ് പറഞ്ഞേ. എല്ലാവരും പറയാന്ന് പറഞ്ഞിട്ടോ. ഇതാണ് ഏറ്റവും നല്ലത്. കാരണം എല്ലാ ആൾക്കാരും കണ്ടുപിടിക്കേണ്ട ആൾക്കാരും ഉണ്ട്, തന്നിരിക്കുന്ന ആൾക്കാർ എല്ലാവരും ഉള്ള ഫോർമുല v² - 2ax. അപ്പൊ അത് കൊടുത്ത് നമുക്ക് കൊടുക്കാം. അത് കൊടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എല്ലാം കൊടുത്തേ പിള്ളേര്. എന്നിട്ട് വി കണ്ടുപിടിച്ച എല്ലാവരും കാണട്ടെ. വി എന്ത് കിട്ടും കണ്ടുപിടിച്ചേ? സാർ ഓഫായി പോയാർന്നു കേട്ടോ. കുഴപ്പമില്ല, നോക്കിയോ, നോ പ്രോബ്ലം. ക്യാമറ ഓൺ ആക്കിയാ ഫാത്തിമ, ക്യാമറ ഓൺ ആവട്ടെ.
എന്നിട്ട് നോക്കിക്കോ ഞാൻ എന്താ പറഞ്ഞേക്കണേ ഇതാവുന്നോ പറയും കേട്ടോ. പുതിയ ആളായതുകൊണ്ട് ട്രാക്കിൽ കയറ്റാൻ വേണ്ടി കേട്ടോ, ട്രാക്കിൽ കയറിക്കൊള്ളണം. അപ്പൊ കൈൻഡിജുവാലിറ്റി ഹാഫ് എം വി സ്ക്വയർ എന്നാണ്. അതിൽ കേട്ടോ നമ്മളെ ഹാഫ് എം വി സ്ക്വയറിൽ വി കണ്ടുപിടിക്കും. ഈ വി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കൈനമാറ്റിക് ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത്. കൈനമാറ്റിക് ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി. അവിടുത്തെ എ മുതൽ ബി വരെ അവൻ സഞ്ചരിച്ച ദൂരം ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് എടുത്തു എക്സ്. അവൻ തുടങ്ങിയത് ഇനീഷ്യൽ വെലോസിറ്റി തുടങ്ങിയപ്പോൾ 0 ആയിട്ട് എടുത്തു. അവൻ പോകുന്നത് ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അപ്പൊ എ ജി ആയിട്ട് എടുത്തു ആക്സിലറേഷൻ. വി നമുക്ക് കണ്ടുപിടിക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഈ ആൾക്കാരെ എല്ലാവരും ഉള്ള ഫോർമുല ഏതാണ്? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ 2as എന്ന് പറഞ്ഞ കൈനമാറ്റിക് ഇക്വേഷൻ ആണ്. ഇത് വിശദമായി നമ്മൾ ചാപ്റ്റർ നമ്പർ 3 പഠിച്ചത്. നിങ്ങൾ പഠിച്ചിട്ട് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ ഓർക്കണമെന്ന് എനിക്കറിയില്ല. അത് കണ്ട് പേടിക്കണ്ട. എന്തെങ്കിലും പഴയ ടോപ്പിക്ക് സംശയം ഉണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് നിൽക്കാം. പുതിയ കുട്ടികൾക്ക് എമിനല്ല നമ്മുടെ എലിസബത്തിന് നിൽക്കാം, നമ്മുടെ ഇവന് നിൽക്കാം, ആസിഫിന് നിൽക്കാം, ചോദിച്ചോളൂ. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ 2as നമ്മൾ ഉപയോഗിക്കാൻ പോവാ. ഉപയോഗിച്ചപ്പോ എന്താ കിട്ടിയേ പറഞ്ഞേ ഫിദ പറഞ്ഞേ. ലെറ്റ് മീ സീ വാട്ട് യു ഹാവ് ഗോട്ട്. U 0. അപ്പൊ വി സ്ക്വയർ മൈനസ് 0 square. 0 square is equal to 2 into G into Sx. x. അപ്പൊ v is equal to എന്ത് കിട്ടും? v വേണ്ട, v square is equal to കിട്ടും. v square is equal to 2gx. റൈറ്റ്? എന്താ വേണ്ട? എന്തിനു വേണ്ടി ഇത് കണ്ടുപിടിച്ചേ? ഇതാ എന്തിനാ വി സ്ക്വയർ കണ്ടുപിടിച്ചേ? കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കണ്ടുപിടിക്കാൻ. അപ്പൊ രണ്ടിനും വേണ്ടല്ലോ, അപ്പൊ ഓരോന്നിനും മതിയല്ലോ. ഏതിനാ? കൈനറ്റിക് എനർജിക്ക്. അപ്പൊ എന്ത് ചെയ്യണം? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ഹാഫ്. അപ്പൊ എന്ത് ചെയ്യണം? ഇതൊക്കെ അങ്ങ് ഒഴുക്ക് കിട്ടിയിട്ടില്ല, അങ്ങനെ കിട്ടി പഠിച്ചിട്ടില്ല. പിന്നെ ശ്രദ്ധിച്ചോട്ടോ, അങ്ങനെ പഠിച്ചോളണം. എന്തിനാ മോളെ ഇത് കണ്ടുപിടിച്ചേ? ഇത് ഇവിടെ ഇട്ടു കൊടുക്കാനാണല്ലോ ഈ പണി എപ്പടി ചെയ്യണേ എന്ന് ആദ്യം തിരിയണം. ഫിദ, ഞാൻ ഈ ചോദ്യം ചോദിക്കണേ, നിങ്ങൾക്ക് തിരിയണില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഹാഫ് എം ഇൻറ്റു അല്ലാതെ പഠിച്ച മോൾക്ക് നട്ടം തിരിയും. ആ പഠനശീലം മാറ്റിക്കോളണം, മാറിക്കോളും, പ്രശ്നമില്ല. പക്ഷെ അത് എനിക്ക് ആ പ്രശ്നം ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കിക്കോളും. അപ്പൊ കണ്ടോ, അതായത് എന്തിനാണ് നമ്മൾ ഇത് ചെയ്തത്? വി സ്ക്വയർ കണ്ടുപിടിച്ച് അവിടെ ഇട്ടു കൊടുക്കാനാ. അത് വെറുതെ വി സ്ക്വയർ എഴുതാൻ പറ്റില്ല. അപ്പൊ ഇത് വെട്ടി, ബാക്കി എന്ത് കിട്ടി? എന്താ? ഹാഫ് എം ഇൻറ്റു വിയുടെ വി സ്ക്വയർ 2gx ഇട്ട് കൊടുക്കും. അതുകൊണ്ട് ഞാൻ വി കാണാൻ പോയിട്ട് വേണ്ടല്ലോ, വി സ്ക്വയർ മതിയല്ലോ. കാരണം മുകളിൽ ഇട്ട് കൊടുക്കാനാണ് നമ്മുടെ എയിം, മറന്നു പോരുത്. അപ്പൊ mgx. അപ്പൊ mgx. ഇനി എന്താ വേണ്ടേ? അടുത്തത് പറ എലിസബത്തെ. ഇനി എന്താ വേണ്ട എലിസബത്ത്? ഇത് പ്രശ്നമാണെങ്കിൽ ഇപ്പൊ തന്നെ പറയണട്ടോ. സാറേ ഇത് പ്രശ്നമുണ്ട്, എനിക്കിത് തിരിഞ്ഞിട്ടില്ല, അത് പറയണട്ടോ. അടുത്ത പറഞ്ഞ എലിസബത്ത്. പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണം കേട്ടോ എല്ലാവരും. ഇത് ശ്രദ്ധിക്കണം. എല്ലാവരും പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ച്, എല്ലാവരും കണ്ടുപിടിച്ച്. തെറ്റട്ടെ അങ്ങോട്ട് ഓരോരുത്തരുടെ പ്രശ്നം കൂടെ വരട്ടെ. ഓക്കെ, കിട്ടി? പറഞ്ഞോ ഋഷാദേ, പറഞ്ഞോ ഋഷാദേ, എന്ത് ചെയ്യണേ പറഞ്ഞേ. പറഞ്ഞു. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mgh. mgh. അപ്പൊ ഇവിടെ എന്താവും? എം മാറ്റം ഉണ്ടോ? ഇല്ല. ജി മാറ്റം ഉണ്ടോ? ഇല്ല. എച്ച് എത്ര? എ വരെയല്ലേ? എ വരെയാണോ? ഏത് പോയിന്റിനെ കുറിച്ചാണ് മോനെ പഠിച്ചുകൊണ്ടിരിക്കണേ? ഏത് പോയിന്റിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ബിയിൽ. അപ്പൊ ബിയിൽ എച്ച് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കണേ? 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 ബിയിൽ. അപ്പൊ ബിയിൽ എച്ച് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കണേ?
H minus X. ആ ബ്രില്യന്റ്. ഈ ബിയിലെ പൊക്കം താഴെ ബി മുതൽ താഴെ വരെയുള്ളത് H മൈനസ് എക്സ് ആണ്. എത്ര പേർക്ക് ഇത് കിട്ടിയാണ്? കൈപൊക്കിക്കേ. ആ ശരി, മതി 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 ഫൈൻ. അപ്പൊ H മൈനസ് എക്സ്. ഇത് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടി ഞാൻ ഈ പാടിയിട്ട്, അല്ലാതെ പഠിപ്പിക്കാൻ പറ്റുമോ അത് വേറെ. അപ്പൊ MG പ്രശ്നമുള്ള അപ്പൊ തന്നെ പറ H മൈനസ് എക്സ്. ഈ ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ അപ്പടി തെറ്റി. അത് ഇൻഡു കഴിഞ്ഞ് പ്ലസ് ഓർ മൈനസ് വന്ന ബ്രാക്കറ്റ് വരും. ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യും. ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യും. ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യും. അക്മലെ പറ. MH M H ജിയ ജിയ സാർ അതിപ്പം എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് രണ്ടായിട്ട് എടുത്താൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണേ. അതാണ്ട് പോലെ ഇങ്ങനെ എടുത്തോ. എന്താ എങ്ങനെ എടുക്കേണ്ടതെന്ന് അറിയാം. പുറത്ത് ഇൻഡു ചെയ്ത് കിടന്നാണ് മൊത്തം എടുത്തിട്ട് ഇങ്ങോട്ട് ഇൻഡി. അങ്ങനെ അതാ നല്ലത്. ഇവിടുന്ന് ഓരോന്ന് എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ എടുത്തു. ആ MGH മൈനസ് മൈനസ് MGX. നിന്റെ റേഞ്ച് ഇപ്പൊ ശരിയായിരുന്നു. റേഞ്ച് ശരിയാക്കാതെ ഞാൻ ഓഫീസിൽ പറയണ റേഞ്ച് ശരിയല്ലാത്തവര് ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കണ്ട. കാരണം നിങ്ങൾക്കാണ് നഷ്ടം. അത് ആദ്യം സെറ്റ് ചെയ്തിട്ട് ഓൺലൈൻ ക്ലാസ് അല്ലെങ്കിൽ നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ് എവിടെ അന്വേഷിച്ച് നോക്കുക. അതാണ് നല്ലത്. റേഞ്ച് ഇല്ലാത്ത വീടുകൾ ചില സ്ഥലം അത് നിങ്ങൾ പഠിക്കണ്ട. അതാണ് പഠിക്കാതിരിക്കുക നല്ലത്. ഓക്കെ, അങ്ങനെ തന്നെ എന്റെ കണ്ടീഷൻ കേട്ടോ. അപ്പൊ MGH മൈനസ് MGX. എന്താണ് അടുത്ത പരിപാടി? സന എന്തിനാ മോളെ ഇത് ചെയ്തേ? നേരത്തെ പോലെ പറഞ്ഞ എന്തിനാ ചെയ്തേ? ഇവർ രണ്ടുപേരും ആഡ് ചെയ്യണം. അബ്സല്യൂട്ട്ലി. therefore കണ്ടോ, എന്താണെന്നുള്ള ബോധം മനസ്സിലേക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. therefore total mechanical energy is equal to kinetic energy plus potential energy. അപ്പൊ എന്ത് കിട്ടും? എല്ലാവരും ആൻസർ പറഞ്ഞു. എന്ത് കിട്ടും? എല്ലാവരും ആൻസർ പറ. ബിമാക്കേ വെരി ഫാസ്റ്റ്. ബിമാക്കേ പറ. MGX പ്ലസ് MGH മൈനസ് MGX ഒറ്റ വെട്ട. അപ്പൊ എന്ത് കിട്ടും? MGX. അല്ല ട്രീസ, ഈ കിട്ടിയതും നേരത്തെ കിട്ടിയതും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഉണ്ട്. രണ്ടും MGH രണ്ടും MGH ആണ്. അപ്പൊ എന്തായിരുന്നു മോളെ നമ്മുടെ ഉദ്ദേശം? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി. കുന്തം 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 കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി എന്നാണോ നമ്മുടെ ഉദ്ദേശം? കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി എന്നാണ് നമ്മുടെ ഉദ്ദേശം. ആണോ? A is equal to B is equal to C. കുന്തം 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 A is equal to B is equal to C എന്നാണ് നമ്മുടെ ഉദ്ദേശം. എന്താ ട്രീസ ഉദ്ദേശം? എയിലെയും ട്രീസ അങ്ങനെ ഉദ്ദേശിക്കണേ. അങ്ങനെ പറയാൻ പറ്റിയില്ലെങ്കിൽ ഇതൊന്നും നടക്കൂല ട്രീസ. നമുക്ക് പറയാൻ പറ്റേണ്ടത് എന്താന്ന്, അങ്ങനെ പറയാൻ സബ്ജക്റ്റ് പറയാൻ പറ്റണ്ടേ. എന്താ ഉദ്ദേശം? ട്രീസയുടെ ഉദ്ദേശം ഞാൻ കേൾക്കട്ടെ. എയിലെയും ബിയിലെയും സിയിലെയും കൈനറ്റിക് ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഒന്നാ. അതായത് ആരൊക്കെ കൂട്ടുമ്പോ? കൈനറ്റിക് എനർജി മെക്കാനിക്കൽ പൊട്ടൻഷ്യൽ എനർജിയും കൂട്ടുമ്പോ MGH കിട്ടണേ. കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ. ചിലവര് ഹാൻഡ് റൈസ് ചെയ്യണം. കാരണം ഞാൻ റീസെടുത്ത് മാത്രമല്ല ചോദിക്കാൻ. ചിലവര് ഞാൻ പറയാം സാർ എനിക്കറിയാവുന്ന ഐഡിയ വേണമല്ലോ. ലൈവ് ആവുള്ളൂ. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എയിലെയും കണ്ടാൽ MGH കിട്ടി. ബിയിലെ കണ്ടപ്പോൾ അത് രണ്ടും കൂട്ടി MGH കിട്ടി. ഇനി ഒരാളോട് കൂട്ടാനുണ്ട്. ഒരാളോട് കാണും. ആരാത്? സി ചെയ്തോ? എല്ലാവരും ചെയ്തോ? സി ചെയ്തോ? ഇതേപോലെ ചെയ്തോ? ഇതേപോലെ തന്നെ ചെയ്തോ? നോക്കെന്താ അവസ്ഥ. സി എന്ന് പറയുമ്പോൾ ഗ്രൗണ്ടിൽ മുട്ടിയതായിട്ട് കണക്കാക്കണം. എന്നാൽ ഗ്രൗണ്ട് നിങ്ങളിങ്ങനെ മനസ്സിലാക്കട്ടോ, ഗ്രൗണ്ടിൽ ചെന്ന് ഇടിച്ച് ബോളിൽ നിന്നിട്ടില്ല. ചെന്ന് ഇടിക്കാൻ പോവാണ്. ഇടിക്കുന്നതിന്റെ തൊട്ട് മുമ്പ്
അത് പിള്ളേരോട് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞുതരാം. അത് കേട്ടെ ഒന്ന് കേട്ടെ. ഈ സി എടുക്കുമ്പോ എന്താണെന്നറിയോ, നിങ്ങൾ ചിലവരും ബോൾ ചെന്ന് ഗ്രൗണ്ടിൽ ഇടിച്ചാൽ ബോളിന്റെ ബോഡി ചെന്ന് ഗ്രൗണ്ടിൽ ഇടിച്ചാൽ വെലോസിറ്റി 0 ആയിപ്പോ. പക്ഷെ വെലോസിറ്റി 0 ആയിട്ട് എടുക്കരുത്. അപ്പൊ നമുക്ക് ഐഡിയ തെറ്റിപ്പോയില്ലേ. ഇടിക്കണതിന് തൊട്ട് മുമ്പ്, അതായത് ഗ്രൗണ്ടിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് അവന് വെലോസിറ്റി ഉണ്ട്, നല്ല വെലോസിറ്റി ആയിരിക്കും. അപ്പൊ അത് കണ്ടുപിടിച്ചിട്ടാണ് MV സ്ക്വയർ കണ്ടുപിടിക്കാവുള്ളൂ. പിന്നെ ഹൈറ്റ് കണക്കാക്കാൻ ഉണ്ടാവില്ല, കാരണം സർഫസിൽ എത്തി. അപ്പൊ ഹൈറ്റ് ഉണ്ടാവില്ല. അപ്പൊ ഹൈറ്റ് 0, പക്ഷെ വെലോസിറ്റി ഇതുപോലെ തന്നെ കണ്ടുപിടിക്കണം. എന്നിട്ട് ഫോർമുല ഇട്ട് കൊടുത്ത് കണ്ടുപിടിക്കും. നോക്കട്ടെ. നല്ല നീറ്റായിട്ട് എഴുതണ്ട. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കേണ്ട റിവേഴ്സാണ്. ഓക്കെ, ശരി, നോക്കാം. ചെയ്തോ? ദുൽഫിക്കാറെ ലെറ്റ് മീ നോ ഹൗ യു പ്രൊസീഡ്. ലെറ്റ് മീ നോ. ഇല്ല സാറേ, ആയിട്ടില്ല. ആയിക്കോട്ടെ, ശരി. കിട്ടിയത് ആൻഡ്രസ് ചെയ്തോ? കിട്ടിയത് ഏഞ്ചൽ ബേബിയോടെ ഐഷ കിട്ടിയാ? ഓടെ അനന്തു കിട്ടി, അനന്തുരാജ് കിട്ടി. അനന്തു PM-ന് അനക്കൊല്ലല്ലെന്ന് ഞാൻ വിളിച്ചില്ലടാ. സാറേ കൈയൊന്നും പൊക്കി കാണുന്നില്ല. ചായ ഒന്നില്ല അമ്മ? ചായ എടുത്തിരിപ്പുണ്ട്. നോക്കാം, ശരി, നോക്കാം. പറഞ്ഞോ, ഒന്ന് പറഞ്ഞോ. ആനന്ദ് PM ഒന്ന് പറഞ്ഞു. 8 സീൽ ആദ്യം നമുക്ക് ആന്റിഗേജ് കണ്ടുപിടിക്കാം. അല്ലെ വേണ്ട, ആദ്യം നമുക്ക് ആന്റിഗേജ് കണ്ടുപിടിച്ചോ. ആന്റിഗേജ് പറഞ്ഞു ½ MV സ്ക്വയർ വീണ്ടും കൊടുക്കും. എന്നിട്ട് എങ്ങനെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞേ? U0 അല്ലേ സാറേ? അതെ, പഴയ പോലെ തന്നെ എടുക്കണം പിള്ളേര്, പഴയ പോലെ തന്നെ എടുക്കണം. ഡിസ്പ്ലേസ്മെന്റിലല്ലോ. നോക്കാം. ഞാൻ പറയട്ടെ. പഴയ പോലെ തന്നെ എടുക്കണം. മോളിൽ നിന്ന് ഇവൻ തുടങ്ങുക. ശരിക്കും ശ്രദ്ധിച്ചോട്ടോ, മോളിൽ നിന്നാ തുടങ്ങണേ. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി 0. ഓക്കെ, മോളിൽ നിന്ന് തുടങ്ങി ഇപ്പൊ ഇവിടെ എവിടം വരെ എത്തിയിടാ? ആനന്ദ് PM എവിടം വരെ എത്തി? മോളിൽ നിന്ന് തുടങ്ങിയ ആളെ എവിടം വരെ എത്തി? താഴെ വരെ എത്തി. അപ്പൊ എത്രയാണ് അവന്റെ ഡിസ്പ്ലേസ്മെന്റ്? അല്ലെ നമ്മുടെ സീനല്ലേ എടുക്കണ്ടേ? അങ്ങനെയല്ലോ. നീ നോക്കി ബിയിൽ നമ്മളെങ്ങനെ എടുത്തേ? ബിയിൽ നമ്മളെങ്ങനെ കണ്ടുപിടിച്ചേ? ഇനീഷ്യൽ വെലോസിറ്റി എവിടുന്ന തുടങ്ങണേ? ബോഡിയുടെ മോഷൻ എന്നിട്ട് ഡിസ്പ്ലേസ്മെന്റ് എത്ര എടുത്തു? ഡിസ്പ്ലേസ്മെന്റ് x ആയിട്ട് എടുത്തില്ലേ? x ആയിട്ട് എടുത്തു. ഞാൻ പറയാം, എല്ലാവർക്കും സംശയം വരും. കേട്ടോ പിള്ളേർ ശ്രദ്ധിച്ചോ. ഇവിടത്തെ എടുത്തപ്പോ ബിയിലെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി കൈനമാറ്റിക് ഇക്വേഷൻ ഉപയോഗിച്ചപ്പോ അത് പ്രത്യേകം വേണ്ടി എഴുതിക്കൊള്ളാൻ സംശയം വരുമെങ്കിൽ, കാരണം അവന് വന്ന് എല്ലാവർക്കും സംശയം വരും. തുടങ്ങുന്ന എയിൽ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിട്ട് എടുക്കും.
എന്നിട്ട് അവൻ സഞ്ചരിച്ച ദൂരം ഇത് എക്സ് ആയിട്ട് എടുക്കും. നമ്മൾ സി എടുക്കുമ്പോഴോ തുടങ്ങിയത് ഇനീഷ്യൽ വെലോസിറ്റി, പക്ഷെ സഞ്ചരിച്ച ദൂരം ഇത്ര സഞ്ചരിച്ചു. സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ എത്രയായിട്ട് എടുക്കണ്ടേ ഡിസ്പ്ലേസ്മെന്റ്? ആനന്ദേ എത്ര എടുക്കണ്ടേ? ഡിസ്പ്ലേസ്മെന്റ് അല്ലേ സാറേ? അപ്പൊ അത് എത്രയാ? എച്ച് എടുക്കണം. സംശയമുള്ളൊരു അപ്പ പറഞ്ഞു സാറ് ഇത് എങ്ങനെ ഒക്കണേന്ന് പറഞ്ഞു. സംശയമുള്ളൊരു അപ്പ തന്നെ പറഞ്ഞു. തസ്കിന കേട്ടോ? പറഞ്ഞ കേട്ടോ? മനസ്സിലായോ തസ്കിന? സാർ ഒന്നുകൂടെ പറയാമോ? ആന്റി പിന്നെ ചോദിക്കാതെ ഞാൻ ചോദിക്കണം, സാറ് ചോദിക്കണം, അതുവരെ ചോദിക്കൂല. അതാ ഞാൻ പറഞ്ഞത് കേട്ടോ. അതായത് എയിലാണ് തുടങ്ങണേ. എയിന്ന് തുടങ്ങി അവൻ എത്ര ദൂരം സഞ്ചരിച്ചു? എയിന്ന് തുടങ്ങി അവൻ സഞ്ചരിക്കുന്ന ദൂരം എച്ച് ആണ്. എച്ച് ദൂരമാണ് അവൻ സഞ്ചരിക്കുന്നത്. അപ്പൊ സിയിലെ നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കാനകത്ത് കൈനമാറ്റിക് ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിട്ട് എടുക്കണം? എച്ച് ആയിട്ട് എടുക്കണം ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എച്ച് ആണ്. ശരിക്കും മനസ്സിലാക്കണം, സംശയം വരും. അല്ലെങ്കിൽ കാണാതെ പഠിക്കും അവസാനം കൊണ്ട്. ആക്സിലറേഷൻ ആരായിട്ട് എടുക്കണം? ജി. വാല്യൂ വേണ്ട. ജി വാല്യൂ കൊടുക്കരുത് കേട്ടോ. വാല്യൂ കൊടുത്താൽ നമ്മുടെ ഇക്വേഷൻ ഒക്കൂല. ബാക്കി ഒരു സ്ഥലത്ത് വാല്യൂ കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ ജി വാല്യൂ കൊടുക്കരുത്. ചിലർ വാല്യൂ എടുത്ത് കുടുങ്ങി പോകും. അപ്പൊ എന്ത് വേണം? ഇനി വി കണ്ടുപിടിക്കണം. എന്ത് ചെയ്യും? പറടാ, ഏതാ ഫോർമുല? V square minus U square equal to 2s. 2s. So V square minus 0 equal to 2 into G into SH. So V square is equal to 2GH. Therefore, അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? മാസിക് ഫോം അല്ലേ? അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? Therefore, എന്ത് എഴുതാൻ വേണ്ടിയാ? ഈ V square കണ്ടുപിടിച്ച് എന്ത് എഴുതാനാ? kinetic energy is equal to half into m into 2gh or letter of ബാക്കി mgh ആണോ? ഞാൻ അടുത്താരെ കണ്ടുപിടിക്കണ്ടേ? അർഷദ് മുഹമ്മദ് അടുത്താരെ കണ്ടുപിടിക്കണ്ടേ? കൈനറ്റിക് എനർജി ആയി. ഞാനാ വേണ്ടേ? പൊട്ടൻഷ്യൽ എനർജി എന്താ ഫോർമുല? mgh. എത്ര എച്ച് ഇവിടെ? h minus x. എച്ച് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞാണ് കേട്ടിട്ടുള്ളത്. എച്ച് എത്ര? സീല്. സീലാ ചെയ്തോണ്ടിരിക്കുന്നത്. എത്ര സീല്? 0. It is 0 because it reached to the surface. എത്തി തൊട്ട് മുമ്പ്. എച്ചില്ല 0. നിങ്ങൾ വെറുതെ അവിടെ നിന്ന് കണ്ട് എഴുതരുത്, മനസ്സിലാക്കിട്ട് എഴുതാവുള്ളൂ. Therefore പൊട്ടൻഷ്യൽ എന്തായി പോകും? അർഷദേ, പൊട്ടൻഷ്യൽ എന്തായി പോകും? 0 ആയി പോകും. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താ? ഫാത്തിമ സലീം അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും മോളെ? എന്തിനാ ഇത് ചെയ്തേ? ടോട്ടൽ മെക്കാനിക്കൽ എനർജി ആഡ് ചെയ്യണം. അപ്പൊ mgh plus 0 equal to mgh. അല്ല ഗൗരിയെ, ഇപ്പൊ എന്താ കിട്ടിയേ? 3 സ്ഥലത്ത് ഇപ്പൊ എന്താ കിട്ടിയേ? mgh തന്നെ കിട്ടി. 3 സ്ഥലത്തും ടോട്ടൽ മെക്കാനിക്കൽ എനർജി mgh തന്നെയാണ് കിട്ടിയത്. ഇതാണ് ഇതിന്റെ പ്രൂഫ്. അപ്പൊ നമ്മൾ എഴുതും therefore total mechanical energy at A is equal to total mechanical energy at B is equal to total mechanical energy at C. Therefore total mechanical energy is conserved. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഞാൻ ഷോർട്ട് ഫോം ആയിട്ട് എഴുതാം, നിങ്ങൾ തന്നെ എഴുതണ്ട. നിങ്ങൾ എഴുതിയാൽ നിങ്ങളുടെ ഭാഷയിൽ.
ഓക്കെ. ഓക്കെ, ഈ മൊബൈലിലേക്ക് മൊബൈലിലേക്ക് ഒരുപാട് നോക്കരുത് കേട്ടോ. കൂടുതൽ മൊബൈലിലേക്ക് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയിരിക്കരുത്. ഞാൻ ഈ അർഷതൊക്കെ ഇരിക്കും പോലെ മൊബൈലിൽ വെച്ചിട്ട് ഒരല്പം ചെരിഞ്ഞിരിക്കും ഏറ്റവും ദിവസം നേരെ മൊബൈലിലേക്ക് ഇരിക്കാതെ. മൊബൈലിലേക്ക് ഇങ്ങനെ ഒരുപാട് നേരം നമുക്ക് ക്ഷീണം കൂടും, കൂടുതൽ ഉറങ്ങിപ്പോകും, കൂടെ തൂങ്ങിപ്പോകും. നമ്മൾ ബുക്കാണ് നമ്മുടെ ആധാരം. പിന്നെ ഞാൻ ഇത് പറയുന്നത് അത്യാവശ്യം നോക്കാനുള്ളൂ. ബാക്കി ബുക്കിൽ എഴുതുക, ലൈവായിട്ട് ഓഫ്ലൈനിൽ നോക്കുമ്പോൾ സാറുമാരെ നേരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. മൊബൈലിലേക്ക് സ്ക്രീനിലേക്ക് നോട്ടാൻ ചിലപ്പോൾ കുറച്ച് കൂടുതൽ സൂക്ഷിച്ച് നോക്കിയിരിക്കണ്ട. ഞാൻ ആ ബുക്ക് ഉപയോഗിക്കാൻ പറ്റും കൂടുതൽ. ശരി ശരി, നമുക്കേ അപ്പോ ചുരുക്കത്തിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്, വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഐഡിയ ചോദിക്കട്ടെ. ഐഷ, ഞാൻ ചോദിക്കട്ടെ ഐഷ, എയില് വെച്ച് കൈനറ്റിക് എനർജി ഉണ്ടായിരുന്നോ ഐഷ? ഇല്ല. കേട്ടോ പിള്ളേർ, ശരിക്കും കേട്ടോ. ഞാൻ രണ്ട് കാര്യങ്ങൾ വെച്ച് പറയും. അതിന്റെ ഐഡിയ, അത് ഡെറിവേഷൻ അല്ല, അത് ഐഡിയ. എയില് വെച്ചിട്ട് ഇതാണ് സർവീസ്. എയില് വെച്ചിട്ട് ഇവിടെ കൈനറ്റിക് എനർജി 0 ആണ്, കാരണം അവൻ അനങ്ങാൻ തുടങ്ങിയിട്ടില്ല. പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരുന്നു. ഇനി സീലോ എങ്ങനെയാ? സീലെത്തിയപ്പോ എങ്ങനെയാ ഐഷ? കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി 0. കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഇല്ല. എന്താ? അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാം. ഒരു ബോഡിക്ക് വളരെ ശ്രദ്ധിച്ചു, ഒരു ബോഡി പൊക്കത്തിലിരുന്നപ്പോ അവന് കൈനറ്റിക് എനർജി ഇല്ല, നല്ല പൊട്ടൻഷ്യൽ എനർജിയാണ്. അവൻ ഏറ്റവും താഴത്തെ ഫുള്ള് കൈനറ്റിക് എനർജിയാണ്, പൊട്ടൻഷ്യൽ എനർജി ഇല്ല. അപ്പൊ എന്തായിരിക്കും ഇവിടെ സംഭവിച്ചത്? ഈ പൊട്ടൻഷ്യൽ എനർജിക്ക് എന്തായിരിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി എങ്ങോട്ട് പോയി? ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ഇല്ലാണ്ടായല്ലോ, എങ്ങോട്ട് പോയി? ആരെങ്കിലും പറയാം, എങ്ങോട്ട് പോയി? എലിസബത്തെ ചുമന്ന് പറയാം. എലിസബത്ത്, ഏഴിന് മോളെ നിറയെ പൊട്ടൻഷ്യൽ എനർജി ആയിരുന്നു, കൈനറ്റിക് എനർജി ഉണ്ടായിരുന്നില്ല, ഫുള്ള് പൊട്ടൻഷ്യൽ എനർജി ആയിരുന്നു. സിയിലെത്തിയപ്പോ കൈനറ്റിക് എനർജി ഫുള്ള്, പൊട്ടൻഷ്യൽ എനർജി ഒട്ടുമില്ല. എങ്ങോടെ പോയ മോളെ? ആ മുകളിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജിക്ക് എങ്ങോടെ പോരെ? ഡിക്രീസ് ആയി പോയി. കൈനറ്റിക് എനർജിയോ ഇൻക്രീസ് ആയി പോയി. അപ്പൊ ഞാൻ ചോദിക്കുന്നതാ, തുടങ്ങിയപ്പോ കൈനറ്റിക് എനർജി ഇല്ലായിരുന്നു, ഫുള്ള് പൊട്ടൻഷ്യൽ എനർജിയാണ്. തീരാറായപ്പോ കൈനറ്റിക് എനർജി ഫുള്ളായി, പൊട്ടൻഷ്യൽ എനർജി ഇല്ലാണ്ടായി. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി മുകളിലുണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജി എങ്ങോട്ട് പോയി നമുക്ക് പറയാം? കൺസേർവ്ഡ് അല്ല, ഇറ്റ് ഈസ് changed to energy. The potential energy is changed to converted to kinetic energy. തുടങ്ങിയപ്പോ അവന് ഫുള്ള് പൊട്ടൻഷ്യൽ എനർജി ആയിരുന്നു, താഴ്ത്തിപ്പോ അവന് ഫുള്ള് കൈനറ്റിക് എനർജി ആയി. അപ്പൊ കൈനറ്റിക് പൊട്ടൻഷ്യൽ എനർജി is converted to kinetic energy in its motion. അതാണ് നേരത്തെ പറഞ്ഞത്. ഒരാൾ കൂടുമ്പോ മറ്റേ ആൾ കുറയും. ഞാൻ പറഞ്ഞില്ലേ, അതാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ പോലെ, ഇത് പരീക്ഷിക്കാനില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലത്തെ എഴുതാൻ പറ്റും. ദർവേഷത്തിൽ കഴിഞ്ഞു. വേറൊരു പോയിന്റ് ആയിട്ട്, എക്സ്ട്രാ പോയിന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാവുന്ന ഭാഷയിൽ നല്ലൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് തന്നെ എഴുതും. ഇമ്പോർട്ടന്റ് പോയിന്റ് ഇട്ട് നമ്മൾ എഴുതുള്ളൂ. ഇങ്ങനെ നമ്മൾ പോയിന്റ് ഇട്ടോ സ്റ്റാർ ഇട്ടോ അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് കാണിച്ചിട്ട് എഴുതുള്ളൂ. ഇങ്ങനെ കിട്ടിട്ട് നമ്മൾ എന്ത് എഴുതും? നമുക്ക് കാണാൻ സാധിക്കും. തുടങ്ങിയപ്പോ അവര് ഫുള്ള് പൊട്ടൻഷ്യൽ എനർജി ആയിരുന്നു, അവസാനിച്ച പൊട്ടൻഷ്യൽ എനർജി ഇല്ല. തുടങ്ങിയപ്പോ കൈനറ്റിക് എനർജി 0 ആയിരുന്നു, അവസാനിച്ച ഫുള്ള് കൈനറ്റിക് എനർജി ആയി മാറി. അപ്പൊ നമുക്ക് ചുരുക്കത്തിൽ എന്ത് പറയാം? ദ പൊട്ടൻഷ്യൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു കൈനറ്റിക് എനർജി. അങ്ങനെ പറയാം. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതി പറയാം. ഒരു രീതി വേറെ എവിടെ പറയാം? കൈനറ്റിക് എനർജി ഇൻക്രീസസ്, പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസസ്. പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു വന്നു, കൈനറ്റിക് എനർജി കൂടി പോയി. കേട്ടാ? അപ്പൊ ഒരാൾ കുറയുമ്പോ മറ്റേ ആൾ കൂടും. കേട്ടോ? അത് എഴുതാൻ നിങ്ങൾക്ക്. ഒരാൾ കുറയുമ്പോ മറ്റേ ആൾ കൂടും. മനസ്സിലാവണ ഭാഷയിൽ എഴുതണം കേട്ടോ, ആ പോയിന്റ് കളയരുത്. ഒന്നുകൂടെ പറയോ? ഞാൻ പറയും കേട്ടോ. പറയേണ്ടത് ഇതാണ്. ഇതിനകത്ത് നമുക്ക് മനസ്സിലാവുന്നത്, ഇതിനകത്ത് എല്ലാത്തിനും നമുക്ക് പറയാവുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞ് അത് മൊത്തം കൈനറ്റിക് എനർജി ആയിക്കൊണ്ട്. അപ്പൊ ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇവിടെ കാണാൻ സാധിക്കുന്നത്, തുടങ്ങിയപ്പോ കൈനറ്റിക് എനർജി ഉണ്ടായിരുന്നില്ല, ഫുൾ പൊട്ടൻഷ്യൽ എനർജി ആണ്. അവസാനിച്ചപ്പോ വേറെ സ്ഥലത്തേക്ക് എത്തിയപ്പോഴത്തേക്കും
ഫുള്ള് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ഇല്ല. ഈ പൊട്ടൻഷ്യൽ എനർജി മൊത്തം എന്തായി മാറി? കൈനറ്റിക് എനർജി ആയി മാറി. പൊട്ടൻഷ്യൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു കൈനറ്റിക് എനർജി. ഇനി വേറൊരു ഭാഷ, വേറെ രീതിക്ക് എന്ത് പറയാം, വേറൊരു പോയിന്റ് ആയിട്ട് എന്ത് പറയാം? സോ the potential energy is decreasing and the kinetic energy is increasing. പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു വരികയാണ് താഴത്തേക്ക് പോകുന്നത്. കൈനറ്റിക് എനർജി കൂടി വരികയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരാൾ കുറയുമ്പോ മറ്റേ കൂടും. അതാണ് ടോട്ടൽ മെക്കാനിക്കൽ എനർജി എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ്. കാരണം ഒരാൾ കുറയുമ്പോ മറ്റേ കൂടും. അപ്പൊ ടോട്ടൽ എന്തായിരിക്കും എപ്പോഴും? കോൺസ്റ്റന്റ്. ഒരു മരം വെട്ടുമ്പോ പറഞ്ഞോളെ അതിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഇൻവേഴ്സ് ഒരു കോൺസെപ്റ്റ് കൂടെ അതിനകത്തുണ്ട്. ഒരാൾ കുറയുമ്പോ മറ്റേ കൂടും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ, അങ്ങനെ ഒരു കോൺസെപ്റ്റ് പറയാം. കറക്റ്റ് ചെയ്യാം അങ്ങനെയൊക്കെ. ഒരു മരം വെട്ടുമ്പോ വേറെ സ്ഥലത്ത് ഒരു മരം വെക്കും. സാറേ അപ്പൊ ഈ താഴത്തോടാണ് പൊട്ടൻഷ്യൽ എനർജി? മോനെ താഴത്തേക്കാണ് പൊട്ടൻഷ്യൽ എനർജി. താഴത്തേക്ക് വരുന്നത് ശരിക്കും എന്ത് സംഭവിക്കുന്നത് അറിയാമോ? പറഞ്ഞുതരാം. പൊക്കത്തിലേക്ക് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ഞാൻ എക്സാമ്പിൾ പറയാം. തേങ്ങ അനി വേണ്ട, ഞാനൊരു എക്സാമ്പിൾ വേറെ കാണിച്ചില്ല. നിങ്ങളുടെ പേനൊന്ന് പൊക്കി പിടിച്ച്, പേന നിങ്ങളുടെ ഫ്ലോറിൽ നിന്ന് നിങ്ങളുടെ അതിനകത്ത് പേന നിങ്ങൾ പൊക്കി പിടിച്ച്, പേന ഇങ്ങനെ പൊക്കി പിടിച്ചെല്ലാവരും പൊക്കി പിടിച്ച്. ഇപ്പൊ ഈ ബോഡിക്ക്, ഇപ്പൊ ഈ പേനയ്ക്ക് എന്ത് എനർജി ഉള്ളതെന്നറിയോ തോമസേ? നീ പൊക്കി പിടിച്ചാൽ അമ്മ ഇങ്ങനെ കാണാം. തോമസേ ഇങ്ങനെ പൊക്കി പിടിച്ച് വെക്കുമ്പോ ഈ പേനയ്ക്ക് ഇപ്പൊ എന്ത് എനർജി ഉള്ളത്? പൊട്ടൻഷ്യൽ എനർജി ആണോ കൈനറ്റിക് എനർജി ആണോ? പൊട്ടൻഷ്യൽ എനർജി നോക്കാം. പൊട്ടൻഷ്യൽ എനർജി ആണല്ലേ? പൊക്കി ഇങ്ങനെ പിടിച്ചാൽ അനങ്ങളില്ലല്ലോ. ഫുള്ളിനകത്ത് എന്താ ഉള്ളത്? പൊട്ടൻഷ്യൽ എനർജി. അതുകൊണ്ട് വിട്ടുനോക്കി, അവൻ വിടുമ്പോ എന്ത് ചെയ്യും? കടാ ഇങ്ങനെ മൂവ് ചെയ്ത് താഴ്ന്നു. അപ്പൊ എന്തായി? അവന് കൈനറ്റിക് എനർജി കിട്ടി. അപ്പൊ ഈ കൈനറ്റിക് എനർജി എവിടെ നിന്നാണ് കിട്ടിയേ? അക്കോർഡിംഗ് ടു ഫിസിക്സ് രസകരമായ കൺസെപ്റ്റ് എന്ന് അറിയോ? ഇവര് കൈനറ്റിക് എനർജി എവിടെ കിട്ടിയേ? എനർജി ചുമ്മാ കിട്ടൂല്ലോ. എനർജി കാൻ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോർഡ് ഫ്രം വൺ ഫോം ടു അനദർ. അതല്ലേ പണ്ട് പഠിച്ചത്? എനർജി കാൻ ബി ക്രിയേറ്റഡ്, എനർജി ഉണ്ടാക്കാൻ പറ്റില്ല. നെവർ ബി ഡിസ്ട്രോയിഡ്, നശിപ്പിക്കാനും പറ്റില്ല. ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോർഡ് ഫ്രം വൺ ഫോം ടു അനദർ. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി ആയിരുന്നു ഉണ്ടാകുന്നത് ഈ പേരയ്ക്ക്. നമ്മളിങ്ങനെ പൊക്കി പിടിച്ചിട്ട് പൊട്ടൻഷ്യൽ എനർജി അതങ്ങോട്ട് മാറി താഴത്തേക്ക് വരുമ്പോൾ എന്തായി മാറി? കൈനറ്റിക് എനർജി. ദാറ്റ് ഇസ് വൈ ഇറ്റ് മൂവ്സ്. താഴെത്തുമ്പോഴോ നിലത്തെത്തി ആ ഇടിക്കുന്നത് തൊട്ട് മുമ്പ് ഇടിച്ചാൽ അത് വേറെ കേസ്, കൊളീഷൻ അത് വേറെ. ഇത് തൊട്ടുമ്പോ ഫുൾ കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി ഉണ്ടോ? ഇല്ല, ഫുൾ കൈനറ്റിക് എനർജി. അപ്പൊ ഫുൾ പൊട്ടൻഷ്യൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻടു കൈനറ്റിക്. ശരി, അപ്പൊ ഇതാണ് അതിനകത്ത് ഐഡിയ. ഓക്കെ, ഇനി നമുക്ക് വേറെ ടോപ്പിക് കൂടെ പഠിക്കാനുണ്ട്. അത് അപ്പൊ ഇത് അവിടെ തീരുള്ളൂ കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഡെറിവേഷൻ ഉണ്ട്. ഇന്നിപ്പോ ഞാൻ ആകാതെ പഠിപ്പിച്ചിട്ടുള്ളൂ നിങ്ങളെ. ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കും, മനസ്സിലാവും വേണം. അതുകൊണ്ടാണ് അങ്ങനെ പഠിപ്പിച്ചത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് പൊട്ടൻഷ്യൽ എനർജി രണ്ടാമത്തെ ടൈപ്പാണ്. രണ്ടാമത്തെ പൊട്ടൻഷ്യൽ എനർജി, സെക്കൻഡ് ടൈപ്പ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി നമ്മൾ പറഞ്ഞു, ടൈപ്പ് 2 പൊട്ടൻഷ്യൽ എനർജി. ഇത് നമ്മുടെ ഹെഡിങ് ആട്ടോ. ഇതൊന്നും വേറെ സ്ഥലത്ത് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നത് നിങ്ങളൊന്നും പുസ്തകത്തിൽ ഉണ്ടാവില്ല, സ്കൂളിൽ തന്നെ ഒന്നുമില്ല. ടൈപ്പ് 2 പൊട്ടൻഷ്യൽ എനർജി, അതാണ് സംശാദം ചോദിച്ചത്. ഏതാണ് സംശാദം? ടൈപ്പ് 2 പൊട്ടൻഷ്യൽ എനർജി ഏതാണ് ഞാൻ പറഞ്ഞത്? കോൺഫിഗറേഷൻ ഓക്കെ, അതിന് ഞാനൊരു സംഭവം പറഞ്ഞുതരാം. ഒരു റബ്ബർ ബാൻഡ് ഉണ്ടോ? റബ്ബർ ബാൻഡ് കയ്യിലുണ്ടോ? ഒരു റബ്ബർ ബാൻഡ് എടുത്തില്ല. റബ്ബർ ബാൻഡ് പെട്ടെന്ന് റബ്ബർ ബാൻഡ് എടുത്ത് ആ റബ്ബർ ബാൻഡ് എടുത്തോ. ഒക്കെ പോയെടുത്തോ, പോയെടുത്തോ, പെട്ടെന്ന് വാ. അതിന് ക്യാമറ ഒന്ന് ഓഫ് ചെയ്യണ്ടോ? റബ്ബർ ബാൻഡിങ് എടുത്തുകൊണ്ട് ക്യാമറ ഓഫ് ചെയ്യണ്ടോ? ഓടിയോ റബ്ബർ ബാൻഡ്. ശരി, റബ്ബർ ബാൻഡ് എടുത്തു. ഓക്കെ, അക്ബർ കിട്ടി. എന്തേ പറഞ്ഞു? കിട്ടി. സംശയം ഉണ്ടായിരുന്നു. പറഞ്ഞോ. നമ്മൾ നേരത്തെ ഡെറിവേഷൻ അതിനകത്ത് മറ്റേ ഈ HC എടുത്തില്ലായിരുന്നോ? അപ്പൊ അതിനകത്ത് H0 ആയിട്ടല്ലേ കൊടുത്തത്? സാറ് പറഞ്ഞില്ല ഗ്രൗണ്ടിൽ ടച്ച് ചെയ്തിട്ടില്ല, തൊടാനും തൊട്ട് മുന്നേ.
എക്സ് മൈനസ് എക്സ് എന്നല്ലേ എടുക്കാൻ പറ്റുള്ളൂ. കാരണം 0 ആയിട്ട് എങ്ങനെ എടുക്കുന്നത്? അല്ല പറഞ്ഞാൽ മതി. എന്താ പറയാ, ഈ ഹൈറ്റ് എടുക്കുമ്പോ എങ്ങനെയാണെന്ന് പറയാ, ഡിസ്പ്ലേസ്മെന്റ് അല്ല, ഹൈറ്റ് താഴെ നിന്നല്ലേ മോനെ എടുക്കാം, ഇവിടുന്ന് എടുക്കും. ഹൈറ്റ് ഇതാ എടുക്കും, ഇവിടെ സാർ. അപ്പം അങ്ങനെ മുട്ടിയിട്ടില്ലല്ലോ, അപ്പൊ എന്തെങ്കിലും ഹൈറ്റ് ഉണ്ടാവൂലേ അതിന്? വളരെ വളരെ ചെറുതുണ്ടാവും, അത് നെഗ്ലക്ട് ചെയ്ത് എടുക്കുകയാണ്. അങ്ങനെ വളരെ ചെറുതാണ്, ചെറിയൊരു വാല്യൂ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നെഗ്ലക്ട് ചെയ്യും. ചോദ്യമാണ് അതിന്, കുഴപ്പമില്ല, നോക്കാം. ശ്രദ്ധിച്ചു എല്ലാവരും കഴിയും. റബ്ബർ ബാൻഡ് പിള്ളേർ എന്ത് ചെയ്യുന്നത് അറിയണം. റബ്ബർ ബാൻഡിൽ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അത് നമ്മൾ പൊക്കി പിടിച്ചാക്കണോണ്ടല്ല, ശ്രദ്ധിച്ചോ. എന്താണെന്ന് അറിയാം, നിങ്ങൾ പയ്യെ നിങ്ങൾ വലിച്ച് പയ്യെ വലിച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് പയ്യെ സ്ട്രെച്ച് ചെയ്ത് റബ്ബർ ബാൻഡ് ഇങ്ങനെ പിടിച്ച് സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ പോട്ടെ, സ്ട്രെച്ച് ചെയ്ത് പോട്ടെ. ഓക്കെ, ഇങ്ങനെ വലിച്ചു പിടിച്ച് സ്ട്രെച്ച് വലിച്ച് പൊട്ടരുത്, പൊട്ടാതെ വലിച്ചു പിടിച്ച്. അതിൽ മുജീബിന്റെ റബ്ബർ ബാൻഡ് കാണില്ലടാ, ഇത് എന്റെ എടുക്കണയോ? റബ്ബർ ബാൻഡ് കിട്ടിയില്ല, ഒന്നും കിട്ടില്ല നിനക്ക്. ഇങ്ങനെ സ്ട്രെച്ച് ആവുന്ന എലാസ്റ്റിക് ആയിട്ടുള്ള ഒന്നും കിട്ടിയില്ലേ? വലിച്ചു പിടിച്ചോ, പുള്ളിനെ വലിച്ചു പിടിച്ചു. ശരി, വലിച്ചു പിടിച്ചു. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഈ വലിച്ചു പിടിക്കുമ്പോഴേ ഞാൻ ചോദിക്കട്ടെ, കൃഷ്ണാനന്ദേ, വലിച്ചു പിടിക്കുന്ന സമയത്ത് നിനക്ക് എന്തെങ്കിലും ഫോഴ്സ് അതിനകത്ത് ആക്ട് ചെയ്യുന്നു? എന്ത് ഫോഴ്സാണ്? എന്താ ഫോഴ്സിന്റെ പണി അവിടെ? എന്താ ചെയ്യണ ഫോഴ്സ്? ഇങ്ങനെ വലിക്കുമ്പോ തിരിച്ചു പോകാനുള്ള ഒരു ഇത്. തിരിച്ചു പോകാനുള്ള ഒരു ഫോഴ്സ്, അബ്സല്യൂട്ട്ലി തിരിച്ചു പോകാനുള്ള ഫോഴ്സ്. കേട്ടോ പിള്ളേരെ, അവൻ പറഞ്ഞ വാക്ക് കറക്റ്റാ, തിരിച്ചു പോകണം, റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഞാൻ പറയാം, എഴുതണ്ട, ഞാൻ പറഞ്ഞിട്ടുണ്ട്. റബ്ബർ ബാൻഡ് വലിച്ചു പിടിച്ചോ, നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഒരു ഫോഴ്സ് ഫീൽ ചെയ്യുന്നുണ്ട് കയ്യിൽ, അതാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്, എഫ് എന്ന് പറഞ്ഞ സാർ. ഞാൻ ചോദിക്കട്ടെ, ഒരു മിനിറ്റ്. ശരി, നിങ്ങൾ ഈ വലിക്കണേന് ഞാൻ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുക, ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് നിങ്ങൾ വലിക്കണേന് പറഞ്ഞ എക്സ്. ഞാൻ വളരെ ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ ആ വലിക്കുന്നതിന് എക്സ് എന്ന് ഞാൻ പറയുക, റീസ്റ്റോറിംഗ് ഫോഴ്സിന് എഫ് എന്ന് ഞാൻ പറയുക. ഓക്കെ, അപ്പൊ നോക്കട്ടെ, ഇപ്പൊ റബ്ബർ ബാൻഡ് ആയിരുന്നു, ഇത് ഫസ്റ്റ് സ്റ്റേജ്. അപ്പൊ അതിന് ഇത് വലിച്ചിട്ടൊന്നുമില്ല, കുറച്ചൊക്കെ വലിച്ച് ഇത്ര നീട്ടി, കുറച്ചുകൂടെ വലിച്ചു നീട്ടി. ഓക്കെ, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കൂടിക്കൊണ്ടിരിക്കുക, വലിക്കുന്നതോടെ ഡിസ്പ്ലേസ്മെന്റ് കൂടിക്കൊണ്ടിരിക്കുക. വലിച്ചത് എത്ര, അതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ പയ്യെ ഒന്നോടെ റബ്ബർ ബാൻഡ് വിട്ട് ഒന്നോടെ കൊടുത്ത് പഴയ അവസ്ഥയിലേക്ക് കൊടുത്ത്. ഓക്കെ, നീ കേട്ടോ, ഞാൻ പറഞ്ഞ കേട്ടോ, നിങ്ങൾ പയ്യെ വീണ്ടും വലിച്ചു കൊണ്ടുപോകും, പയ്യെ വീണ്ടും വലിച്ചു കൊണ്ടുപോയിട്ട് മാക്സിമം വീണ്ടും ഒന്ന് കൊണ്ടേക്ക്, മാക്സിമം കൊണ്ടോ. ഓക്കെ, ഇനി ഒന്നോടെ വിട്ടേ. ഇനി ഞാൻ ചോദിക്കുന്നത് എന്താണെന്നറിയാമോ, ഇവര് രണ്ടുപേരും ഒരു ബന്ധം നിങ്ങൾക്ക് പറയാമോ? ഒന്നോടെ വലിച്ചു നോക്കിയിട്ട് പ്രാക്ടിക്കലി പറയാമോ? ഇവര് തമ്മിൽ ഒരു ബന്ധം നിങ്ങൾ ഫീൽ ചെയ്യണ്ടെങ്കിൽ ഒന്ന് പറയാം. ഇവൻ പറഞ്ഞ പോലെ, കൃഷ്ണാനന്ദ് പറഞ്ഞ പോലെ, നമ്മുടെ കയ്യിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും റീസ്റ്റോറിംഗ് ഫോഴ്സും നിങ്ങൾ വലിക്കുന്നതുമായി ഒരു ബന്ധം ആർക്കെങ്കിലും പറയാമോ? ഒന്നോടെ വലിച്ചു നോക്കിയിട്ട് പറയാം, ഒന്നോടെ വലിച്ചു പയ്യെ, റിസ അങ്ങനെ വലിക്കില്ല, പൊട്ടിപ്പോ, പയ്യെ വലിച്ചു നോക്കുക, അപ്പൊ മനസ്സിലാവും ഇത് തമ്മിലൊരു ബന്ധം. സനാന്ന് പറഞ്ഞ സന എന്താ ബന്ധം? നമ്മൾ വലിക്കുന്നത് കൂടുന്തോറും ആ റീസ്റ്റോറിംഗ് ഫോഴ്സും കൂടുക. ബ്രില്യന്റ് ആൻസർ. അതാണ് എനിക്ക് വേണ്ടത്. അത് തന്നെയാണ് ദുൽഫുകാറും മനസ്സിലാക്കിയത്. അതായത് ബ്രില്യന്റ് ആൻസർ ആണ്. നമ്മുടെ റീസ്റ്റോറിംഗ് ഫോഴ്സും നമ്മൾ വലിക്കും തോറും റീസ്റ്റോറിംഗ് ഫോഴ്സ് കൂടുകയാണെന്ന്. അപ്പൊ ദേ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇത് പിള്ളേർ ബുക്കിലേക്ക് എഴുതിക്കോ, റബ്ബർ ബാൻഡ് എടുത്ത് വെച്ചിട്ട് ബുക്കിലേക്ക് എഴുതിക്കോ. പൊട്ടൻഷ്യൽ എനർജി ടൈപ്പ് 2 കോൺഫിഗറേഷൻ വഴിയുള്ളത് എന്ന് എഴുതിയിട്ട് പുള്ളിന് 2 വാക്ക് നല്ല ക്ലിയർ ആയിട്ട് എഴുതി വെക്കും. റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്താണെന്ന് നിങ്ങൾ എഴുതി വെച്ചോ, പരീക്ഷയ്ക്ക് ഇത് മതി. പക്ഷെ നിങ്ങൾ എഴുതി വെച്ചോ, കൃഷ്ണാനന്ദ് പറഞ്ഞ പോലെ നമ്മളെ തിരിച്ചു പിടിച്ചു വലിക്കുന്ന ഒരു ഫോഴ്സ് ആണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. തിരിച്ചു വലിക്കുന്ന ഒരു ഫോഴ്സിനാണ് എന്ത് പേരിട്ട് വിളിക്കുന്നത്? റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ വലിക്കുമ്പോൾ എത്ര നീണ്ടോ അതാണ് അത് അങ്ങനെ തന്നെ നിങ്ങൾ എഴുതിക്കോ, നിങ്ങൾ മലയാളത്തിൽ എഴുതി വെച്ചോ. നമ്മൾ വലിക്കുമ്പോൾ എത്ര റബ്ബർ ബാൻഡ് നീണ്ടു, നീളൽ എത്ര, അതാണ് ഡിസ്പ്ലേസ്മെന്റ് എക്സ്. ഇവര് തമ്മിലുള്ള ബന്ധമാണ് ഇപ്പോ സന പറഞ്ഞ പോലെ, രണ്ടും ഡിസ്പ്ലേസ്മെന്റ് കൂടുന്തോറും റീസ്റ്റോറിംഗ് ഫോഴ്സ് കൂടും. അതാണ് എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്. ഒരു മിനിറ്റോടെ ഞാൻ എടുക്കണം, ഒറ്റ മിനിറ്റോടെ കേട്ടോളൂ. ഇവര് ഓപ്പോസിറ്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടാണെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആവാൻ പറഞ്ഞ തിരിച്ചാണ്. അത് പഴയ പോലെ ആക്കാൻ വേണ്ടിയാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ,
ഇവിടെ ഒരു മൈനസ് ഇട്ട് കൊടുക്കും. അപ്പൊ ഈ മൈനസ് എന്തിനു വേണ്ടിയാണ്? തിരിച്ചാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ദേ ആർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഒരാൾ കൂടുമ്പോൾ മറ്റാൾ കൂടുക, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കൂടുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി മൈനസ് എഴുതുന്നത്. അപ്പൊ അതോടെ ഇട്ടോ. ഒറ്റ വാക്കോടെ ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റിനെ മാറ്റണേ? എല്ലാവർക്കും അറിയാം. എമിനെ നമ്മൾ എങ്ങനെയാ ഈ പ്രൊപ്പോർഷണാലിറ്റിയെ സാധാരണ മാറ്റിക്കൊണ്ടിരുന്നേ? കോൺസ്റ്റന്റ് ആക്കും. കോൺസ്റ്റന്റ് കൊണ്ടുവരും. അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റിനെ ഞാൻ കൊണ്ടുവരികയാണ്, കെ. അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് വരും. ഉണ്ടാവും. കെ ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് പറഞ്ഞ ഒരു ഇക്വേഷനിലേക്ക് ഞാൻ എത്തി. ഈ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ഈ കെ ആരാണ്? കോൺസ്റ്റന്റ് ആണ്. ഈ ലോയുടെ പേരാണ് ഹൂക്സ് ലോ. ഇത്ര പഠിച്ചു വെച്ച് നമ്മൾ നിർത്തുക. ഹൂക്സ് ലോ എന്നാണ് ഇതിന്റെ പേര്. എഫ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് വളരെ ഫേമസ് ലോ ആണ്. ലോയുടെ പേരാണ് ഹൂക്സ്. ഹൂക്ക് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് കണ്ടുപിടിച്ച ലോ ആണ് ഹൂക്സ്. അപ്പൊ അവിടെ നിൽക്കട്ടെ പിള്ളേരെ. നാളത്തെ ക്ലാസ് സാധാരണ പോലെ നമ്മൾ 8:15 മുതൽ 10 മണി വരെയാണ്. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ചില കുട്ടികൾക്ക് പള്ളിയിൽ പോകണമെന്ന് അപ്പൊ 9:30 വരെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനുള്ള പരിപാടിക്ക് ചെയ്യേണ്ടത്. ഇനി എന്തെങ്കിലും ചെറിയ മാറ്റമോ ചിലപ്പോൾ ഇല്ലായ്മ എന്നൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യും. സാധാരണ നമ്മുടെ ക്ലാസ് 8:15 മുതലാണ്. ചെറിയ മാറ്റമൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. ചിലപ്പോൾ 8 to 9 വരെ ഉണ്ടാവാം. അപ്പൊ അതിനൊരു ടൈം അഡ്ജസ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പൊ അതൊന്ന് മെസ്സേജ് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ജസ്റ്റ് ഒരു 1 മിനിറ്റ് സച്ചിൻ നിങ്ങളുടെ കൂടെ ഒന്ന് ജോയിൻ ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് ലീവ് ചെയ്യും. നിൽക്കാം. ഗുഡ് മോർണിംഗ്. നിങ്ങളുടെ 7-ാം തീയതി മുതൽ നിങ്ങൾക്ക് പുതിയ ലിങ്ക് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ലിങ്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യണം. ഓക്കെ, പുതിയ ടൈം തുടങ്ങണയാണ്. ഓക്കെ, താങ്ക് യു. ശരി പിള്ളേർ. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഡൗട്ട് ഉള്ളവർക്ക് നിൽക്കാം. അപ്പൊ എത്ര മണിക്ക് ക്ലാസ്? സ്കൂൾ എത്ര മണിക്ക് തുടങ്ങും? 9 മണിക്ക്. അവിടെ അടുത്താണോ സ്കൂള്? അതെ. അപ്പൊ മോൾ ഡൗട്ടുള്ള പഴയ ക്ലാസ്സുകൾ പയ്യെ കേട്ട് തുടങ്ങണം. അടുത്ത ആഴ്ച മാത്തമാറ്റിക്സ് ആണോ ഏതാ സബ്ജക്റ്റ് നോക്കണം. ആ സബ്ജക്റ്റിന്റെ 2 ദിവസം മുമ്പത്തെ റെക്കോർഡിംഗ് ക്ലാസ് ശനി ഞായറും കേട്ടോളണം. എന്നിട്ട് അതിനകത്ത് കയറിയിരിക്കണം. എന്തെങ്കിലും മനസ്സിലാവില്ല കേട്ടോ. സ്കൂളിൽ ഇത്ര എത്തിയിട്ടില്ല. ഇല്ല, സ്കൂളിൽ ഇത്ര എത്തിയില്ല. ഫിസിക്സ് സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങിയിട്ടുള്ളൂ. തുടങ്ങണുള്ളൂ. അതാണ് ആ ഗ്യാപ്പ്. നല്ലൊരു ഗ്യാപ്പ് ആയിരിക്കും. മോള് പെട്ടെന്ന് ആവും. മോളെ കണ്ടെടുത്തോളം പെട്ടെന്ന് ആയിക്കോളൂ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി അതിന്റെ ഒപ്പം നിന്നോളൂ കേട്ടോ. ശരി ശരി. താങ്ക് യു സർ. പറഞ്ഞോ അപ്പോളേ. ഡൗട്ട് ഉള്ളവർ പറഞ്ഞോ. ഡൗട്ട് ഉള്ളവർ പറഞ്ഞോ. സർ, ആ ഡെറിവേഷനിൽ അറ്റ് സി കൈനറ്റിക് എനർജി ഒന്ന് കാണിച്ചു തരാമോ? നെറ്റ് പോയായിരുന്നു. നോക്കി. ഇതാണ് സംഭവം. അടുത്താള് പറഞ്ഞോ. ലേഡീസ് ഫസ്റ്റ്. സർ, പറഞ്ഞോ. നാളെ റെമഡിക്ക് എത്ര മണിക്കാണ് വന്റെ? അത് വിളിച്ചോളൂ മോളെ. അത് വിളിച്ചോളൂ. ഓഫീസിലേക്ക് വിളിച്ചോ. അതിനെ കുറിച്ച് എനിക്കറിയില്ല മോളെ. ഒന്ന് ഓഫീസിലേക്ക്. ഓക്കെ സാർ, ഞാൻ ചോദിക്കാൻ തന്നെ. താങ്ക് യു സാർ. ഗൗരി പറഞ്ഞു. സർ, റീസ്റ്റോറിംഗ് ഫോഴ്സ് നെഗറ്റീവ് എന്നോട് പറഞ്ഞല്ലോ. അതെങ്ങനെയാ മോളെ? നമ്മൾ റബ്ബർ ബാൻഡ് വലിക്കുന്നത് ഇങ്ങോട്ടാണ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? നമ്മൾ ഇങ്ങോട്ടാ വലിക്കണം. അത് ഉള്ളിലേക്ക് വലിക്കും. അപ്പൊ നമ്മൾ വലിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ മൈനസ്. ശരി, പറഞ്ഞോ എലിസബത്തെ. കൈനമാറ്റിക് ഇക്വേഷൻസ് ഒന്ന് പറയാമോ? കൈനമാറ്റിക് ഇക്വേഷൻ പറയാം. കൈനമാറ്റിക് ഇക്വേഷൻ, അതെ, അത് താമസിക്കുന്ന കുട്ടികൾ അങ്ങനെ ചോദിച്ചോളൂ. കൈനമാറ്റിക് ഇക്വേഷൻ ശരിക്കും കേട്ടോ. ഫാത്തിമ കേട്ടോ, ശരിക്കും കേട്ടോ. അക്മലക്ക് കേട്ടോ. കൈനമാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സാധനം ഫിസിക്സിന്റെ. അത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കണേ. അപ്പൊ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ എന്നുള്ള ചാപ്റ്ററിൽ കൈനമാറ്റിക് ഇക്വേഷന്റെ ആ ലിങ്ക് അയച്ചു തരാൻ പറഞ്ഞു ഓഫീസിൽ വിളിച്ചിട്ട്. എന്നിട്ട് നിങ്ങളെ ക്ലാസ്സോട് കേട്ടോളൂ. ഇത് കേട്ടിട്ട് അവിടെ പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം ചെയ്തോളൂ. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് തന്നെ പ്രോബ്ലം. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് ഗുണം ചെയ്യും. 3 ഇക്വേഷൻ. കൈനമാറ്റിക് ഇക്വേഷന്റെ ഒന്നാമത്തെ ഐഡിയ എന്താ വെച്ചാൽ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷനിൽ മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. യൂണിഫോം ആക്സിലറേറ്റഡ് മോഷനിലാണ് ഉപയോഗിക്കാവൂ.